السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സർവാധരണീയരായ വേദിയുടെ പ്രൗഢമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കെ ഉസ്താദ്, മറ്റു അഭിവന്യരായ ആലിമീങ്ങളെ, ഉമറാക്കളെ, സംഘടനാ നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അരീക്കോട് ആസ്ഥാനമായി അരീക്കോട് മേഖലയുടെ കീഴിൽ സംഘടിപ്പിച്ച, മേഖല SYSന്റെ കീഴിൽ സംഘടിപ്പിച്ച അതിമഹത്തായ ത്രിദിന ഖുർആൻ പ്രഭാഷണ വേദിയുടെ അവസാന നാളായ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറയേണ്ടതില്ല. സൂറത്തുൽ മാഊനിന് മാഊൻ എന്ന പേര് വരാൻ ആധാരമായ സാന്ത്വനം, അതാണ് സ്വർഗ കവാടം എന്ന തലക്കെട്ടിലാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. മാഴൂൻ എന്ന വാക്ക് തന്നെ
നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നത് ഈ ആശയമാണ്. ഇതുവരെയായി ഈ സൂറയിലൂടെ നാം നടത്തിയ ചർച്ചകൾ എന്തൊക്കെയാണ്? അഗതിയും അനാഥയും അവഗണിക്കപ്പെടരുത്. ഈ സൂറയിലൂടെ ആദ്യമായി നമ്മൾ പറഞ്ഞത് അതാണ്. അഗതിയെയും അനാഥയെയും പരിഗണിക്കാതിരിക്കുക എന്നത് ദീനിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യമാണ് എന്ന് സംസാരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ഉടനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വീഴ്ചയാണ് നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്തുക എന്നത്. അതും പാടില്ല എന്ന് ശക്തമായി പറഞ്ഞു. അത് കഴിഞ്ഞതിന്റെ ശേഷം തൊട്ടുപിറകിൽ സംസാരിക്കുന്നത് ദീനിന്റെ തൂണായ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകിൽ പറയുന്നത്, നിങ്ങള് കുഫറിന്റെ ഒരു ശാഖയായി വരുന്ന ചെറിയ ശിർക്ക് എന്ന ഒരു ഓമന പേരിൽ പേരുദോഷം നേടിയ ലോകമാന്യം വർജിക്കണം എന്ന് പറഞ്ഞു. അവിടെയാണ് ഇന്നലെ ഇപ്പൊ നമ്മൾ പ്രഭാഷണം കൊണ്ടുപോയി വെച്ചത് അല്ലദീനഹും യുറാഊൻ. ഇനി പറയുന്നത് വയംനഊനൽ മാഊൻ. ആരാണ് മതത്തിന്റെ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്നവൻ? യതീമിനെ ആട്ടിയോടിക്കുന്നവൻ, സാധുവിന്റെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തവൻ, ലോകമാന്യം കാണിക്കുന്നവൻ. ഇനി പറയുന്നു വയംനഊനൽ മാഊൻ. പൊതുസഹകരണം മൊത്തത്തിൽ തന്റെ കൂട്ടുകാരെ തൊട്ട് തടയുന്നത് ആരൊക്കെയാണോ അവരാണ് സത്യത്തില് മതനിഷേധികൾ. ഇതാണ് ഏറ്റവും അവസാനമായി പറയുന്നത്. മനുഷ്യരുമായി നല്ല പെരുമാറ്റം, മനുഷ്യരെ സഹായിക്കാനുള്ള സന്മനസ് വേണം. അപ്പോഴേ ഒരു മനുഷ്യന് പരിപൂർണനാവാൻ കഴിയുള്ളൂ. ഇതാണ് ഏറ്റവും അവസാനമായി ഈ സൂറയിൽ പറയുന്നത്. ഇമാം അബൂ സഊദ് തങ്ങൾ പറഞ്ഞു, സൂഉൽ മുആമലതി മഅൽ ഖൽഖ്, സൃഷ്ടികളോട് കൂടെ മോശപ്പെട്ട പെരുമാറ്റം അരുത് എന്നാണ് അവസാനമായി ഇവിടെ ഉണർത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്തൊക്കെയോ പേര് നൽകാമായിരുന്നു. സൂറത്തുൽ ഇഖ്ലാസ് എന്നൊരധ്യായത്തിന് പേരുണ്ട്. ഇതിനും അതേ അർത്ഥത്തിലുള്ള പേരുകൾ നൽകാമായിരുന്നു. കാരണം ഇഖ്ലാസ് അതിലെ പരാമർശ വിഷയമാണ്. സൂറത്തുൽ യതീം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, സൂറത്തുൽ മിസ്കീൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, സൂറത്തു സ്വലാ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഈ സൂറത്തിന്റെ പേര് വന്നത് സൂറത്തുൽ മാഊൻ എന്നാണ്. എന്താ അതിന് കാരണം? ഈ സൂറയിലെ പ്രധാന ചർച്ച ഇന്നത്തെ ഈ ചർച്ച തന്നെയാണ്. അതുകൊണ്ട് മാഊനിന്റെ അർത്ഥം കൃത്യമായി ഒന്ന് പഠിക്കണം. ഒരുപാട് അർത്ഥ സാധ്യതകൾ മഹാന്മാർ വയംനഊനൽ മാഊൻ എന്ന വാക്കിന് പറഞ്ഞിട്ടുണ്ട്. മാഊനിനെ തടയുന്നവർ, കൂട്ടുകാരെ തൊട്ട് മാഊൻ തടയുന്നവർ. എന്താണ് മാഊൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞ ഏതാനും വാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, അതെല്ലാം കൂടെ കൂട്ടിവെക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ആശയം നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. മൊത്തത്തിൽ നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നവരാണ്. ജനങ്ങളോട് സഹകരിക്കാൻ മനസ്സ് കാണിക്കാത്തവനെ പറ്റിയാണ് വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞത്. അത് പറയാൻ ഞാൻ മുഫസ്സിറുകൾ പറഞ്ഞ ഏതാനും വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു. യംനഊനൽ മാഊൻ എന്നതിന്
മഹാന്മാരായ പണ്ഡിതന്മാർ മാഴൂൻ തടയുക എന്ന് പറഞ്ഞാൽ മാ യുതആവറു ആദതൻ, സാധാരണഗതിയിൽ വായ്പയായി നൽകപ്പെടുന്ന സാധനങ്ങൾ വായ്പ കൊടുക്കാതെ തടഞ്ഞു വെക്കുക. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് മഹാന്മാർ വിശദീകരിച്ച് ഇമാം അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിന് കൊടുത്ത അർത്ഥം ഇതാണ്: മാ യുതആവറു ഫിൽ ആദ, സാധാരണഗതിയിൽ വായ്പയായി നൽകപ്പെടുന്ന സാധനങ്ങൾ മിനൽ ഫഅ്തി വൽ ഖിദ്രി വദ്ദൽവി വൽ മിഖ്ദഹ വനഹ്വിഹാ. ഇത് ഞാൻ അറബി മൂലം വായിച്ച് തന്നെ പറയുന്നത് ഇതൊക്കെ മഹാന്മാർ ഇതിന് കൊടുത്ത അർത്ഥമാണെന്ന് മനസ്സിലാക്കാനാണ്. കാരണം പരിഭാഷയിൽ ഏതോ ഒരർത്ഥം വായിച്ചിട്ടുണ്ടാകും, അത് മനസ്സിലാക്കി വെച്ച ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സ്വന്തം വകയല്ലേ എന്ന് തോന്നിപ്പോകരുത് എന്ന് കരുതിയിട്ടാണ്. സാധാരണഗതിയിൽ വായ്പ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് മാഴൂൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞത് കോടാലി, കലം, ബക്കറ്റ്, കോരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലെ വീട്ടുപകരണങ്ങൾ. അപ്പൊ വീട്ടുപകരണങ്ങൾ വായ്പ കൊടുക്കാത്ത മനുഷ്യൻ അവൻ നീചനാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു വണ്ണം വെച്ചിട്ട് കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ ഹൽഖിന്റെ കീഴ്പ്പെട്ട് ഇറങ്ങിയിട്ടില്ല. പഴയ കാലത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുറച്ച് പ്രായമുള്ള ഉമ്മമാർക്ക് അറിയും. ഇപ്പോ ആ ഒരു ജനറേഷൻ മാറി, പുതിയ ജനറേഷന് ഇത് പരിചയം ഉണ്ടാവില്ല. പഴയ കാലത്തൊക്കെ എന്താ ചെയ്തിരുന്നത്? എന്റെ വീട്ടിൽ ഒരു 40 or 50 ആളുടെ ഒരു സൽക്കാരം നടക്കുകയാണെങ്കിൽ ആ 40-50 പേർക്ക് ചോറ് വിളമ്പാനുള്ള പ്ലേറ്റ് എന്റെ വീട്ടിലുണ്ടാവില്ല. കാരണം എന്റെ ചിന്ത എന്തായിരുന്നു അന്ന്? എന്തിനാ വെറുതെ 50 പ്ലേറ്റ് ഞാൻ വാങ്ങിയിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ അങ്ങനെ അട്ടിക്ക് വെക്കുന്നത്? വേണ്ട, എന്റെ വീട്ടിൽ ഒരു 10 പ്ലേറ്റ് മതി, അല്ലെങ്കിൽ ഒരു 4-5 പ്ലേറ്റ് 6 പ്ലേറ്റ് മതി. തൊട്ടടുത്തവന്റെ വീട്ടിലും ഉണ്ടാകൂ 6 എണ്ണം, തൊട്ടടുത്ത വീട്ടിലും ഉണ്ടാകൂ 6 എണ്ണം, ഇപ്പുറത്തേക്ക് ഒരു 3 വീട്ടിലും ഉണ്ടാകൂ 6 എണ്ണം. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-60 ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി വീട്ടിൽ വന്നാൽ ഈ അയൽപക്കങ്ങളിലൊക്കെ അങ്ങ് ഓടും. ഓടിയിട്ട് ഈ 6 പ്ലേറ്റുകൾ മുഴുവനും എടുത്തുകൊണ്ടുവരും. അപ്പൊ 60 പ്ലേറ്റ് ആകും. 10 വീട്ടിലെ പ്ലേറ്റ്, 10 വീട്ടിലെ പ്ലേറ്റുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ 60 എണ്ണമാകും. അത് ഈ പൊരേ സൽക്കാരം ഉണ്ടാകുമ്പം ഈ കാണുന്ന വീടുകളിൽ നിന്നൊക്കെ എടുക്കും. രണ്ടാമത്തെ വീട്ടിലുണ്ടാകുമ്പം എല്ലാ വീടുകളിൽ നിന്നും അയാൾ എടുക്കും. പരസ്പര സഹകരണത്തോടെ ആയിരുന്നു പഴയ കാലത്ത് മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്നത്. എന്നല്ല, എല്ലാ മതക്കാരും അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പരസ്പര സഹകരണമാണ് ഇന്ന് നഷ്ടപ്പെട്ടത്. ഇന്ന് ഒരു വീട്ടിൽ തന്നെ 100-100 ചില്ലാനവും പ്ലേറ്റ്, അതിൽ ഒന്നിൽ പോലും, അതിൽ എത്രയോ എണ്ണങ്ങളിൽ ഒരു തവണ പോലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്തിനാ ഈ പ്ലേറ്റുകൾ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഹൗസ് വാമിങ്ങിന് വീടൊരുക്കുന്ന സമയത്ത് ചമച്ചൊരുക്കുന്നതിന്റെ ഏറ്റവും വലിയ, വീടിന്റെ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ പാത്രങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ നിരത്തി 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 വെക്കുകയാണ്. എന്തിന്? നമ്മുടെ പ്രൗഢി കാണിക്കാൻ. ആവശ്യമുണ്ടായിട്ടല്ല, പ്രൗഢി കാണിക്കാൻ വേണ്ടി നിരത്തി നിരത്തി ഇങ്ങനെ വെക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലത്ത് അങ്ങനെയല്ല. ഇത് ശീലിച്ച ഇന്നിന്റെ മനുഷ്യൻ, ഇന്നത്തെ സഹോദരന്മാർ ഒരു പ്ലേറ്റിന് വേണ്ടി അയൽപക്കത്തെ വീട്ടിൽ പോയാൽ ഇവിടെ പ്ലേറ്റ് ഇല്ല എന്ന് പറയാൻ ഒരു മടിയുമില്ല ഇന്നത്തെ മനുഷ്യന്മാർക്ക്. എന്റെ വീട്ടിലെ കോടാലി അയൽപക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അതിന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ വീട്ടിൽ കോടാലി ഉണ്ടാകും, അടുത്ത വീട്ടിൽ മൺവെട്ടിയുണ്ടാകും, കൈക്കോട്ടുണ്ടാകും, അടുത്ത വീട്ടിൽ പിക്കാസ് ഉണ്ടാകും. ഇത് മതിയല്ലോ. പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ കോടാലിയും പിക്കാസും കൈക്കോട്ടും ഒന്നും ആവശ്യം വരില്ല. പരസ്പരം ഇങ്ങനെ മാറി മാറി എടുക്കല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നല്ല കാലങ്ങള്?
നമ്മൾ ഓർക്കുന്നില്ലേ ഇത്? കോടാലി തപ്പുന്ന സമയത്ത് അത് എവിടെയാന്ന് പോലും അറിയില്ല. 10 വീട്ടിലും അന്വേഷിച്ചെങ്കിലേ അറിയുള്ളൂ. അതിങ്ങനെ നടക്കലാണ്. ഇങ്ങനെയൊക്കെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലോ ഇന്ന് ഇത്തരം ഉപകരണങ്ങളൊക്കെ കൊടുക്കുവോ? എന്നെങ്കിലും ആവശ്യം വരുന്ന ഒരു കമ്പിപ്പാര അത് അവൻ തന്നെ വാങ്ങി വെച്ചോളണം. എന്നോ ആവശ്യം വരുന്ന ഒരു കോണി അത് അവൻ തന്നെ വാങ്ങി വെച്ചോളണം അവന്റെ ആവശ്യത്തിന്. എന്നോ അത്യാവശ്യത്തിന്. ഇതൊന്നും വാങ്ങാനും വീട്ടിൽ വെക്കാനും പറ്റൂല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇല്ലാത്ത ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വയംനഊനൽ മഊൻ, അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാതെ, വായ്പ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവർ അവർ മതം കൊണ്ട് നിഷേധിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂല് ശക്തമായി ഈ വാക്കുകൾ അങ്ങ് ഓതിക്കേൽപ്പിച്ചപ്പോൾ, സൂറത്തുൽ മഊൻ അവതരിപ്പിച്ചപ്പോൾ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, തങ്ങളെ ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ട്. ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ട് തങ്ങളെ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. എന്താ നിനക്ക് പറയാനുള്ള സംശയം? അത് പറയൂ. അപ്പൊ ഇയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നലന ജാറൻ യുഫ്സിദുൽ മഊൻ. നബിയെ, എനിക്കൊരു അയൽക്കാരനുണ്ട്, നമ്മളെടുത്തൊരു അയൽക്കാരനുണ്ട്. അയാള് സാധാരണ കത്തി അങ്ങോട്ട് കൊണ്ടുപോകുമ്പം വായുത്തലപ്പുണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോ അതൊക്കെ വളച്ചിട്ടുണ്ടാവും. കൊട്ട അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ കൊട്ടക്ക് കയ്യും പിടിയൊക്കെ ഉണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോ കയ്യും പിടിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സാധനം നശിപ്പിക്കുന്ന ഒരു അയൽവാസി എനിക്കുണ്ട്. അവന് വായ്പ കൊടുത്തില്ലെങ്കിലും ഈ കുറ്റമുണ്ടോ യാ റസൂലല്ലാഹ്? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ഒരു അയൽക്കാരനുണ്ടെങ്കിൽ ആരാന്റെ സാധനാണ് എന്ന മാനസികാവസ്ഥയോടെ അത് ഉപയോഗിക്കാനും കരുതലോടെ അത് ഉപയോഗിക്കാനും പഠിക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇപ്പറഞ്ഞ കുറ്റം ഇല്ല ശഫീഉനാ റസൂലുള്ളാഹി. കാരണം അതവൻ മാനിക്കേണ്ടതല്ലേ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലും പലരുണ്ട്. സ്വന്തമായിട്ട് കാശ് കൊടുത്തൊന്നും വാങ്ങൂല, ഒക്കെ വായ്പോണ്ട് തന്നെ ജീവിക്കണം. അങ്ങനെയുള്ള തട്ടിപ്പുകാരുണ്ട്. എന്നിട്ട് ഈ സാധനമൊക്കെ നശിപ്പിച്ച് കേടുവരുത്തി കൊണ്ടുപോയി കൊടുക്കുന്നവർ. അരുത്, അത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് പരസ്പര സഹകരണം ഉമ്മത്തിനിടയിൽ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷേ അത് ഉമ്മത്തിന് ഭീഷണിയാവാൻ പാടില്ല. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ സാധനങ്ങൾ കേടുവരുത്തുന്ന അയൽക്കാരന് നിങ്ങൾ വായ്പാ സാധനങ്ങൾ തടഞ്ഞു വെച്ചാൽ അത് ഈ പറഞ്ഞ ആയത്തിലെ താക്കീതിൽ അവൻ ഉൾപ്പെടുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നതാണ്, ചട്ടി, കൈക്കോട്ട്, പിക്കാസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബക്കറ്റ്, കോരി, പ്ലേറ്റ്, ഇതൊന്നും വായ്പ കൊടുക്കുന്നതിനെ തൊട്ട് തടയാൻ പാടില്ല. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മഊൻ കൊണ്ടുദ്ദേശിക്കുന്നത് അൽ മാഉ വന്നാറു വൽ മിൽഹ്, വെള്ളവും തീയും ഉപ്പുമാണ്. വെള്ളവും തീയും ഉപ്പും. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം? ഇത് മാത്രമാണ് ഇതിന്റെ അർത്ഥം എന്നല്ല, ഇതിന് ചില ഉദാഹരണങ്ങൾ എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ മൊത്തത്തിൽ കാര്യം കൊണ്ട് തിരിയും എന്താ ഈ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയല്ലേ, പണ്ട് കാലങ്ങളിൽ ഓരോരുത്തന്റെ വീട്ടിലും വീട്ടുമുറ്റത്തും കിണറുണ്ടായിരുന്നോ? എന്റെ വീട്ടിൽ കിണറില്ലായിരുന്നു. അയൽവാസിയുടെ കിണറിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് ചെറുപ്പത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയല്ലേ നമ്മളെ വീട്ടില് ഉമ്മ രാവിലെ എഴുന്നേൽക്കുമ്പം തീപ്പെട്ടി കത്തുമോ എന്ന് ഭയമാണ്. അന്നൊക്കെ തീപ്പെട്ടിക്കോല് ഉരസിയിട്ട് ആ തീ കത്തിക്കാറുള്ളത്. അപ്പൊ ഉമ്മ തലയിണയുടെ ചുവട്ടിൽ വെച്ച് കിടക്കും. കാരണം അത് ചൂടാറിയാ കത്തൂല. എന്നാ തന്നെ രാവിലെ എടുക്കുമ്പം തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ ഇത് എത്ര ഉരസിയാലും കിട്ടൂല. അപ്പൊ ഉരസുമ്പോ കാണാ ഇതിന്റെ ഈ തല, ഈ തീപ്പെട്ടിക്കോലിന്റെ തല മരുന്നുള്ള ഭാഗം തെറിച്ച് ഇങ്ങനെ പോകും. എല്ലാം തീർന്നു. കുട്ടികൾക്ക് മദ്രസയിൽ പോകണമെങ്കിൽ ചായ കാച്ചണം, അതിനിവിടെ തീയില്ല.
അപ്പൊ ഉമ്മ ഒരു ചേരിപ്പുളി എടുത്തിട്ട് പുറപ്പെടുകയാണ് അയൽപക്കത്തെ വീട്ടിലേക്ക്. ഞാൻ ആ പഴയ കാലം ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാം. തീർച്ചയായും എനിക്ക് ഓർമ്മയുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഫാത്തുമ്മത്താത്തയോട് മറിയുമ്മത്താത്തയോട് തീ വാങ്ങിയിട്ട് വരികയാണ് എന്റെ ഉമ്മ. എന്നിട്ട് ആ ഉമ്മ ഈ തീ ഊതിപ്പിടിപ്പിച്ച് തീയാക്കി മാറ്റി ചായ ഉണ്ടാക്കി, നമുക്ക് ചായ ഉണ്ടാക്കി തന്നു, ഓട്ടട ചുട്ടു തന്നു, നമുക്ക് ഭക്ഷണം നൽകി, നമ്മെ മദ്രസയിലേക്ക് അയച്ചിരുന്ന കാലം. അവിടെ തീ കൊടുക്കാതെ തടയാൻ പാടില്ല. നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവനെ തടയാൻ പാടില്ല. അതാ വെള്ളം തടയരുത് എന്ന് പറഞ്ഞത്. എത്രയോ നീചന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വഴി മുടക്കുന്നവർ, വെള്ളം മുടക്കുന്നവർ, വെളിച്ചം മുടക്കുന്നവർ. ചെയ്യാൻ പാടില്ല. വെള്ളം മുടക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഞാൻ ശക്തമായ ഭാഷയിൽ പറയുന്നു, അരുത് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്നാസു കുല്ലുഹും ശുറകാഉ ഫിൽ മാ. ഒരു ഹദീസ് കാണാം, വെള്ളത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. നിങ്ങളെ കിണറ്റിലെ വെള്ളം നിങ്ങൾ മാത്രമേ കുടിക്കാവൂ എന്ന് നിങ്ങൾ ശാഠ്യം പിടിച്ചാൽ, നിങ്ങളെങ്ങനെ ശാഠ്യം പിടിച്ചു കളഞ്ഞാൽ, നിങ്ങളുടെ ഉടമാവകാശത്തിലുള്ളത് നിങ്ങൾ മാത്രമേ കുടിക്കാവൂ. കിണർ നിങ്ങളുടേതാണ്, ശരി തന്നെയാണ്. പക്ഷെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ നിങ്ങളുടെ അയൽവാസിക്കും അവകാശമുണ്ട്. അത് കുടിക്കരുത് എന്ന് പറയുന്നത് തമ്മാടിത്തമാണ്. ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതാണ് വയംനഊനൽ മാഊൻ. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവനെ ആശ്വസിപ്പിക്കുക. ഇതിനാണ് സാന്ത്വനം എന്ന് പറയുന്നത്. ഇതിനാ സാന്ത്വനം എന്ന് പറയുന്നത്. അത് ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യമുള്ളവൻ, ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യം കൊടുക്കുക. അവനെ സഹായിച്ചുകൊണ്ടിരിക്കുക ശാരീരികമായിട്ട്. സമ്പത്തില്ലാത്തവന് സമ്പത്ത് കൊടുക്കുക, മറ്റു സഹകരണങ്ങൾ നൽകുക. എല്ലാം സാന്ത്വനാണ്. സാന്ത്വനം എന്ന വാക്കിന്, ആ മലയാള വാക്കിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളാണ് സാന്ത്വനം. അവരെ സമാധാനിപ്പിക്കലാണ് സാന്ത്വനം. അറബിയിലെ ഈ വാക്കിന് മുവാസാത്ത് എന്നാണ് പ്രയോഗിക്കുക. ആപ്റ്റായ പദം മുവാസാത്താണ് സാന്ത്വനത്തിന്റെ. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, റമദാൻ മാസത്തെക്കുറിച്ച് നടത്തിയ ഒരു വിശാലമായ പ്രഭാഷണമുണ്ട്, സൽമാനുൽ ഫാരിസിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന. അതിൽ നബി തങ്ങൾ പറഞ്ഞു, ശഹ്റുൽ മുവാസ, റമദാൻ മാസം സാന്ത്വനത്തിന്റെ മാസമാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പേണ്ട മാസമാണ്. പാവപ്പെട്ടവന് സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കേണ്ട മാസമാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ യൂണിറ്റ് തോറും റമദാൻ മാസത്തില് സാധാരണ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. നോമ്പ് തുറക്കാനുള്ള പൊടി, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം, നോമ്പ് നോൽക്കാനുള്ള സൗകര്യം, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ശഹ്റുൽ മുവാസാത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാന്ത്വനം എന്ന വാക്കാണ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഞാൻ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇമാം നസഫി തങ്ങള് അവിടുത്തെ തഫ്സീറുൽ മദാരിക്കിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം, മാഊൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ലിമാ ലാ യുംനഉ ഫിൽ ആദ, സാധാരണഗതിയിൽ തടയപ്പെടാൻ പാടില്ലാത്തതിന്റെ പേരാണത്. എന്ന് പറഞ്ഞാൽ ആ സാധനം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് മാനക്കേട, അങ്ങനത്തെ സാധനമാണ്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണങ്ങളൊക്കെ. വെള്ളം കുടിക്കാൻ വരുന്നവനോട്, പാത്തുമ്മ എന്റെ കിണറ്റിന്ന് വെള്ളം കോരണ്ടെന്ന് പറയുന്ന ഉമ്മ വളരെ മോശപ്പെട്ട ഉമ്മയാണ്, യാതൊരു സംശയവും ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ തടയുന്നയാളെ യുൻസബു മാനിഉഹു ഇലാ സൂഇൽ ഖുലുഖ്, അവൻ ദുസ്വഭാവി എന്നാണ് അവനെ വിളിക്കുക. ദുസ്വഭാവി എന്നവനെ വിളിച്ചോളണം, മോശപ്പെട്ടവൻ എന്ന് വിളിക്കണം. എന്നിട്ട് ആ സാധനങ്ങളുടെയൊക്കെ പേരുകൾ, ഏതാനും പേരുകൾ ഉദാഹരണത്തിന് എണ്ണി, നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നില്ല. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ കോടാലി, ബക്കറ്റ്, കോരി, കലം. അല്ലെ, ഈ കലം എന്നൊക്കെ പറഞ്ഞതിന് എത്ര അർത്ഥമുണ്ട്. ചെമ്പ്,
ബിരിയാണി ചെമ്പ് എല്ലാ വീട്ടിലും വേണോ? വേണ്ടല്ലോ. കാരണം എന്നെങ്കിലും ഒന്നല്ലേ സൽക്കാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാളെ പൊരേ മതി ബിരിയാണി ചെമ്പ് അല്ലെ? ഒരാളെ വീട്ടിൽ മതി ബിരിയാണി ചെമ്പ്. അതിലേക്കുള്ള തട്ടകം മറ്റൊരാളുടെ വീട്ടിൽ മതി. ഇങ്ങനെ ആയാൽ ഇത് പരസ്പരം സഹകരിച്ചെടുക്കാൻ പറ്റുന്ന വിഷയല്ലേ? എന്നതുപോലെ ടേബിൾ എല്ലാവരുടെ വീട്ടിലും വേണ്ടിയിരുന്നോ? 10 ടേബിൾ ഇങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ എല്ലാ വീട്ടിലും ടേബിളുണ്ട്. ഇതൊക്കെ വാടക സാധനങ്ങൾ ഇറങ്ങിയതോടുകൂടെയാണ് ഇതിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടത്. മനുഷ്യൻ സങ്കുചിതനായപ്പം, പരസ്പരം സഹകരിക്കാൻ ഒരുക്കമില്ലാതെ ആയപ്പം ഇന്ന് എല്ലാ സംഗതികളും എന്തു ചെയ്യാണ്? വാടകക്ക് കൊടുക്കുകയാണ്, ഏൽപ്പിക്കുകയാണ്. അവിടെയാണ് ഈ നല്ല സ്വഭാവങ്ങളൊക്കെ നമുക്ക് കൈമോശം വന്നത്. പഴയ കാലത്ത് ഒരു കല്യാണം നടത്തുമ്പം ആ കല്യാണത്തെ ചുറ്റിപ്പറ്റി ആ വീട്ടിന്റെ ചുറ്റുമുള്ള 10 വീട്ടിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പടച്ചോന്റെ അടുത്തേക്ക് എത്ര പ്രതിഫലമാണ് അവർ ഒരുക്കിയിരുന്നത് ആ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇന്നത് അറിയണേല്ല. കാരണം എന്തിനും കൂലിക്കാരാണ്, എന്തിനും വാടകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ സ്വഭാവം. ഇന്നിനി അങ്ങനെ നടക്കൂ. നമ്മളെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എല്ലാ സാധനവും ആ കൂട്ടത്തിൽ ഇവിടെ പുതിയതായിട്ട് എണ്ണിയത് ഗിർബാൽ, അരിപ്പ, തള്ളട, ഇതൊക്കെയാണ് ഗിർബാലിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്തു ചെയ്യരുത്? കൊടുക്കാതെ മാറ്റിവെക്കരുത്. ഉപ്പ്, വെള്ളം, തീയ് നേരത്തെ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, 3 സാധനങ്ങൾ തീരെ തടയാൻ പാടില്ല. അൽ മാഉ വന്നാറു വൽ മിൽഹ്, വെള്ളവും ഉപ്പും തീയും അയൽപക്കക്കാരന് കൊടുക്കാതെ തടഞ്ഞു വെക്കാൻ പാടില്ല. സുബ്ഹാന മൻ ജല്ല ജലാൽ. ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവർ, ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയവർ നേരത്തെ നമ്മൾ പറഞ്ഞ മുഫസ്സിറുകളാണ്. ഇനി അതേ രൂപത്തിൽ തന്നെയാണ് മാഊൻ എന്നതിന് വെള്ളം എന്നും മാത്രം അർത്ഥം പറഞ്ഞവരുണ്ട്. വെള്ളം എന്നും മാത്രം അർത്ഥം പറഞ്ഞവരുണ്ട്. അൽ മാഊനു ഹുവൽ മാ, അത് വെള്ളമാണ് എന്ന് പറഞ്ഞവരുണ്ട്. വെള്ളം എന്നതിനെ കുറിച്ച് മാഊൻ ഉപയോഗിച്ച അറബി ഭാഷയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരതിനെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ഒരാള് വെള്ളം എന്നതിൽ മാത്രം മാഊനിന്റെ അർത്ഥതലത്തെ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം എന്താണ്? ലോകത്തെ ഏറ്റവും അവശ്യവസ്തു വെള്ളമാണ്. അതുകൊണ്ടാണ് വേറെ എന്ത് മുടക്കിയാലും വെള്ളം മുടക്കരുത് എന്ന് പറയുന്നത്. അത് മഹാതമ്മാടിത്താണ് വെള്ളം മുടക്കുക എന്ന് പറഞ്ഞ പരിപാടി. ആ വെള്ളം മലിനമാക്കാനും പാടില്ല. വെള്ളം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ്. നരകാവകാശികൾ സ്വർഗത്തിലുള്ള ആളുകളോട് പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. നരകാവകാശികൾ സ്വർഗത്തിലുള്ളവരോട് വിളിച്ചു പറയുന്ന വാക്ക് സൂറത്തുൽ അഅറാഫിൽ കാണാം. അൻ അഫീദൂ അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളം ഇങ്ങ് ചൊരിച്ചു തരുമോ? ഒരൽപ്പം വെള്ളം ഇങ്ങ് പമ്പ് ചെയ്യുമോ ഞങ്ങൾക്ക് വേണ്ടി? നരകാവകാശികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നരകത്തിൽ പോലും കണ്ടോ, നരകാവകാശികൾ ആദ്യമായി ആവശ്യപ്പെടുന്ന സാന്ത്വന വാക്ക് വെള്ളമാണ്. ഈ വെള്ളം അടുത്ത വേനലിൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ കണ്ണുള്ളവരോട് ചെവിയുള്ളവരോട് ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നു. എന്റെ സമയം അതുവഴി നീണ്ടുപോകരുതെന്ന് കരുതിയാണ് നമ്മൾ പലപ്പോഴും ചാലിയാറിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തുകൂടെ നീങ്ങുന്ന തോടുകളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കൊച്ചു അരുവികളും തോടുകളും പുഴകളുമൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മലിനമാക്കരുത് കേട്ടോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പുഴയിലല്ല പുഴവക്കത്ത് കാഷ്ടിക്കാനും മൂത്രിക്കാനും പാടില്ല. സഹാബത്ത് പറഞ്ഞു, നഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നതഖല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മലമൂത്ര വിസർജനം നടത്തുന്നത് വിരോധിച്ചു. അലാ വഫത്തിൻ മിനൽ ബഹർ, കടൽ കരയില്
സമുദ്രത്തിന്റെ തീരത്ത് അല്ലെങ്കിൽ പുഴയുടെ വക്കത്ത്. പുഴയുടെ വക്കത്ത് അല ലഫത്തിൻ മിനൻ നഹർ, ബഹറല്ല, ബഹർ കടലാണ്. മിനൻ നഹർ എന്നാണ് ഹദീസിലുള്ളത്. മിനൻ നഹർ, പുഴയുടെ വക്കത്ത് നിങ്ങൾ ഒരിക്കലും മലമൂത്ര വിസർജനം അരുത്. പുഴയിൽ മലമൂത്ര വിസർജനം നടത്തരുത് എന്നല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും അതിന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. പുഴയിൽ ഇറങ്ങി മൂത്രമൊഴിക്കുന്ന മനുഷ്യന്റെ കഥ എന്തായിരിക്കും? പുഴയിൽ ഇറങ്ങി മൂത്രമൊഴിച്ചാലും പുഴയിൽ കാഷ്ടിക്കുന്നവന്റെയൊക്കെ ഹാലെന്താണ്? എത്ര മോശക്കാരനാണ്. മണൽ പുറത്തും പറ്റൂല എന്നാ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. പറ്റില്ല. എന്നാൽ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രഭാഷണം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അടുത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട ഒരാൾ സംസാരിച്ചപ്പോൾ കെട്ടുകണക്കിന് കുട്ടികളുടെ വിസർജ്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് പുഴയിലേക്കാണ്. ആര്? നമ്മുടെ ഉമ്മമാർ. നമ്മുടെ ഉമ്മമാർ ഇന്ന് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പമ്പേഴ്സ്, അത് വേഗം തടി ഒഴിവാക്കുക, പാലത്തുമ്മൽ വന്നിട്ട് താഴോട്ട് അങ്ങോട്ട് ഇടുകയാണ്, ചാക്കിൽ കൊണ്ടുവന്നിട്ട്. പുഴ ദുഷിപ്പിക്കുന്ന രൂപം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത്യാവശ്യമായി മറക്കിരിക്കാനുണ്ടെങ്കിൽ പോലും മണൽപ്പുറത്ത് പോലും ഇരിക്കരുത് എന്ന് പഠിപ്പിച്ചു. ഈ വെള്ളത്തിലേക്ക് അത് ഇറങ്ങാൻ സാധ്യതയുണ്ട്, വെള്ളം മലിനമാകുമെന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ അനുയായികള് എങ്ങനെയാണ് പമ്പേഴ്സിന്റെ കെട്ടുകൊണ്ടുപോയി പുഴയിലെറിയുന്നത്? കോഴിക്കടയിൽ നിന്ന് പാഡ്സ്, കോഴിപ്പാഡ്സ് പലരും അതും കോണ്ടാക്ട് ആവും, ഒക്കെ എല്ലാം അത് കൊണ്ടേയിടാനൊരു ടീം, അത് എടുക്കാൻ കൊണ്ടേയിടുന്നു പുഴയിലേക്ക്. അങ്ങ് തള്ളിയാ മതി. ഒരു ചാക്ക് കാലിയാക്കി കൊടുത്താൽ അവൻ 50 ഉറുപ്പ്യ അത്രേ ആവശ്യമുള്ളൂ. നാളത്തെ വെള്ളം ഇവിടെ നശിച്ചു എന്നുള്ളൊരു വിഷയമില്ല. ഞാൻ പറയുന്നു, ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. വെള്ളം മലിനമാക്കരുത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിം ഉമ്മത്തിന് ഈ വിഷയത്തില് നരകപ്രശ്നവും കൂടെ ഉണ്ട്. കാരണം ഈ പണി ചെയ്ത അള്ള വിടൂല. കാരണം ജനങ്ങൾക്ക് വെള്ളം തടയുന്നവർ വയംനഊനൽ മഊൻ, ശക്തമായ ഭാഷയിലാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് അശുദ്ധമാക്കുന്നവനും ആ കൂട്ടത്തിൽ തന്നെയല്ലേ ഉള്ളത്. അശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റാതെ ആക്കാന്നല്ലേ അതിന്റെ അർത്ഥം. ഈ തോന്നിയാസം ചെയ്യാൻ പാടില്ല. എത്ര പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വേദനയോടെ പങ്കുവെക്കാറുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഒരാൾ സംസാരിച്ചപ്പോ പറഞ്ഞു, ഇനി നിങ്ങൾ വഅദ് പറയുമ്പോ പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ്. കാരണം അടുത്ത കൊല്ലം നമ്മൾ വെള്ളത്തിന് വേണ്ടി തെണ്ടാൻ പോവാണ്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഈ ജലസ്രോതസ്സുകളെ ഇത് നമ്മൾ വറ്റിക്കരുത്, അല്ലെങ്കിൽ അത് ദുഷിപ്പിക്കരുത്, അത് മലിനമാക്കരുത്. വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു തആല വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിയയിൽ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. മേഘപ്പാളികളിൽ നിന്ന് ശുദ്ധജലം താഴേക്ക് ഇറക്കിത്തരുന്നത്, നിങ്ങൾ കുടിക്കുന്ന ഈ ശുദ്ധജലം നിങ്ങൾക്ക് തരുന്നത് നമ്മളാണോ നിങ്ങളാണോ? കടലിൽ നിന്ന് നീരാവി പൊങ്ങിപ്പോയിട്ടാ മഴ പെയ്യുന്നത് എന്ന് പറയാൻ അറിയും, അത് നിനക്ക് പറയാൻ അറിയാം സഹോദരാ സഹോദരി. പക്ഷേ ചോദ്യം, കടല് സൃഷ്ടിച്ചതിൽ നിനക്ക് വല്ല പങ്കുണ്ടോ? നോ. എന്നാ പോവട്ടെ, ഈ കടലിലെ വെള്ളത്തെ നീരാവിയാക്കാൻ സൂര്യതാപം വേണം. ആ സൂര്യനെ സൃഷ്ടിച്ചതിൽ നിനക്ക് വല്ല പങ്കുണ്ടോ? ഒന്നുമില്ല, ഒരു പങ്കുമില്ല. അത് ശരി, ഈ നീരാവി പൊക്കിക്കൊണ്ടുപോയതിൽ നിനക്ക് പങ്കുണ്ടോ?
പൊങ്ങിയിടത്ത് തന്നെ അത് തിരിച്ചു പെയ്തിരുന്നെങ്കിൽ നിന്റെ ഭൂമിയിലേക്ക് അത് എത്തൂല. കടലിൽ നിന്ന് പൊങ്ങി കടലിൽ തന്നെ അതിങ്ങനെ തൊളിച്ചു കൊണ്ടുപോകുന്നത് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഈ പണി മുഴുവനും നമ്മളാ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് നമ്മളാണ്. ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, ലൗ നശാഉ ജഅൽനാഹു ഉജാജാ. നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ വേണമെങ്കിൽ ഉപ്പുരസമുള്ളതാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. കടലിലെ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടി കടൽ വെള്ളത്തെ അള്ളാഹു നല്ല ഉപ്പുജലമാക്കി മാറ്റി. കട്ടിയുള്ള ഉപ്പുവെള്ളമാണ് കടലിലുള്ളത്. എന്തേ കാരണം? കോടിക്കണക്കിന് ശവങ്ങളാ കടലിൽ ഓരോ ദിവസവും വരുന്നത്. ഈ ശവം ചീഞ്ഞളിഞ്ഞ് കടലിലെ വെള്ളം ദുഷിക്കരുത്. പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കിയൊരു സൗകര്യം നോക്കെ, കടലിലെ വെള്ളം ഉപ്പാക്കിയത് അതിനാ. ഉപ്പിലിട്ടതുപോലെ എന്ന് കേട്ടിട്ടില്ലേ? പിന്നൊന്നും പറ്റൂല. അതിലിങ്ങനെ ഓളം തള്ളി നടക്കുക. ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ശവം കൊത്തിത്തിന്നും മത്സ്യങ്ങള്, മറ്റു ജീവികൾ എന്നതിലുപരി ഒന്നും ചീഞ്ഞ് കടലിൽ വഷളാകൂല. അതിനാണ് അള്ളാഹു കടലിലെ വെള്ളത്തെ ഉപ്പുജലമാക്കി നിർത്തിയത്. കണ്ണിലെ കണ്ണുനീരിനും ഉപ്പിന്റെ ടേസ്റ്റാണ്. കണ്ണിലെ കണ്ണുനീരിന് ഉപ്പു രുചിയാണ്, അല്ലേ? ചെറുപ്പത്തിലെങ്കിലും കരഞ്ഞപ്പം വായിലേക്ക് കണ്ണീര് വന്നിട്ടുണ്ടാവും, ഓർമ്മ ഉണ്ടാവും. ഉപ്പുരുചിയാണ് കണ്ണീരിന്. എന്താ കാരണം? അതിനും കാരണം ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയോ? കണ്ണിന്റെ കൃഷ്ണമണിയെ സംരക്ഷിക്കാനാണ്. കാരണം അത് ശരിക്ക് പച്ചയിറച്ചിയാണ്. അത് ചെയ്യാതിരിക്കാനാണ് ഉപ്പുരസമുള്ള കണ്ണുനീർ നൽകിയത് എന്ന് പറയുമ്പോൾ, ഞാൻ അത് ഇപ്പൊ അടുത്ത് വായിച്ചപ്പോ ഞാൻ ഓർത്തുപോയത്, ഇസ്മാഈലുൽ ഹഖ് റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനില് രണ്ടും ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. കടലിലെ വെള്ളം ഉപ്പുജലമാക്കിയതും കണ്ണിലെ വെള്ളം ഉപ്പുജലമാക്കിയതും ഒരേ താല്പര്യത്തിലാണ്. ഇസ്മാഈലുൽ ഹഖ് തഫ്സീർ റൂഹുൽ ബയാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരിക. എന്നാലോ ഇസ്മാഈലുൽ ഹഖ് റളിയല്ലാഹു അൻഹു അന്ന് എഴുതി. ഇതൊക്കെ കറാമത്തല്ലേ സുഹൃത്തുക്കളെ? അള്ളാഹു അവർക്ക് ലതുന്യായ അറിവ് കൊടുക്കുകയാണ് കറാമത്ത് മുഖേന. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വെള്ളം ഉപ്പുരസമുള്ളതാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇത്രയും കട്ടിയുള്ള ഉപ്പിൽ നിന്ന് പൊങ്ങിപ്പോയ നീരാവി വെള്ളമായി തിരിച്ചു വരുമ്പോൾ ഉപ്പിന്റെ ഒരു ചെറിയ കയ്പ് പോലും അതിലില്ല. ആരാ ഇത് ശുദ്ധീകരിച്ചത്? ആരാ ഇത് ഫിൽട്ടർ ചെയ്തത്? അള്ളാഹു ചോദിക്കുന്നു, ഞാൻ മാത്രമാകുന്നു. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അത് ഉപ്പുരസമുള്ളതാക്കാൻ എനിക്ക് കഴിയൂലായിരുന്നു. അത് ശുദ്ധീകരിച്ചത് ഞാനാണ്. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, ഫലൗലാ തഷ്കുറൂൻ, ഓ ജനങ്ങളെ, ഇത്രയൊക്കെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ട് എന്താ നിങ്ങൾ റബ്ബിനോട് നന്ദി കാണിക്കാത്തത്? ആ വെള്ളം കുടിക്കുമ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുക, ആവശ്യത്തിന് കുടിക്കുക. ആ വെള്ളം ദുരുപയോഗം ചെയ്യാതിരിക്കുക, മിതമായി ചെലവഴിക്കുക. ആ വെള്ളം മലിനമാക്കാതിരിക്കുക. ആ വെള്ളം നാളത്തെ തലമുറക്ക് വേണ്ടി ബാക്കി വെക്കുക. ഇതൊക്കെയാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദി. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തേ നന്ദി കാണിക്കാതെ പോയത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ളം തടയരുത് എന്ന അർത്ഥം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കാരണം വെള്ളം മനുഷ്യന്റെ ജീവന്റെ ആധാരമാണ്. ജീവന്റെ ആധാരമാണ് വെള്ളം. നരകാവകാശികൾ വെള്ളം ചോദിച്ച് കരയുന്ന രംഗം, സുബ്ഹാനമൻ ജല്ല ജലാലു. അതേ, സ്വർഗക്കാർക്ക് അള്ള വെള്ളം കൊടുക്കുന്നത് വസഖാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് വെള്ളം കുടിപ്പിക്കും എന്ന് സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറയുന്നുണ്ട്. നരകാവകാശികൾ വെള്ളം ചോദിച്ച് കരയും, പക്ഷെ നല്ല വെള്ളം കിട്ടൂല. പിന്നെ അവർക്ക് കൊടുക്കുന്നത് എന്താ? നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചലവും ചോരയും, അത് വേണമെങ്കിൽ മുക്കി കുടിച്ചോ എന്ന് പറയും. ഇതാണ് അവർക്ക് കൊടുക്കുന്ന വെള്ളം. അതേ സമയം സ്വർഗക്കാർക്ക് നല്ല ശുദ്ധജലം അല്ലാഹു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്തൊക്കെ വെള്ളത്തിന്റെ കഥയുണ്ട്. വെള്ളത്തിന്റെ ഒരു കളിയാ സ്വർഗം, അല്ലേ? ജന്നത്തു അദ്നിൻ തജ്രി
മിൻ തഹ്തിഹൽ അൻഹാർ. ഏതെല്ലാം തരത്തിലുള്ള പുഴകളെ കുറിച്ചാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നോക്കൂ നിങ്ങൾ, അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ എന്നതിന് ഇമാം സജ്ജാജ് തങ്ങളും അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹും പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട്. എന്താണ് ആ വ്യാഖ്യാനം? കുല്ലു മാ ഫീഹി മൻഫഅ, ഉപകാരമുള്ള എന്തും മാഴൂനാണ്. ഇങ്ങനെ ഒരു ചർച്ച ആദ്യം എടുത്തു വെക്കുന്നത് അപ്പോഴേ ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഉപകാരമുള്ള എന്ത് സാധനവും മാഴൂനാണ്. അപ്പോ ജനങ്ങൾക്ക് ഉപകാരം തടയാൻ പറ്റൂല എന്നായ അർത്ഥം. വയംനഊനൽ മാഊൻ, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് അതാണ്. ഇനി മാഊൻ എന്ന് പറഞ്ഞതിന്റെ അസ്ല്, അതിന്റെ യഥാർത്ഥ ശബ്ദം മഊന എന്നാണ്. മഊൻ എന്ന് പറഞ്ഞത് മഊന എന്താ? മഊനത്ത് മഊനത്തുൽ ഇസ്ലാം സഭ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മഊന എന്ന് പറഞ്ഞ സഹായം എന്നാണ് അതിന്റെ അർത്ഥം. സഹായം, മഊന. പിന്നെ അതിലുള്ള താഇനെ വെട്ടിയപ്പം വൽ അലിഫു ഇവദുൻ അനിൽ ഹാ, ആ തായിനെ മാറ്റി വെച്ചപ്പം മാഊൻ, മഊനത്ത് എന്നതിൽ അവസാനത്തെ തായിന് പകരം ഇപ്പുറത്തൊരു അലിഫ് കൊടുത്തു. അതാണ് മാഊൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭാഷയിലൊക്കെ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഗൗരവം? ഇപ്പൊ എന്തായി? നമ്മൾ നേരത്തെ പറഞ്ഞ, ഞാൻ തുടക്ക ദിവസം പറഞ്ഞൊരു വിഷയമുണ്ട്, മാ യുസ്തആനു ബിഹി, അതാണ് മഊൻ. മഊൻ എന്ന് പറഞ്ഞാൽ സഹായിക്കപ്പെടുന്നതായി എന്തൊക്കെയുണ്ടോ, എന്തുകൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കുമോ അതൊക്കെ സഹായമായി കൊടുക്കുന്നതിനെ തൊട്ട് തടഞ്ഞു വെക്കുന്നത് വയംനഊനൽ മഊൻ എന്നതിന്റെ വിശാല അർത്ഥത്തിൽ പെടും. ഇനി പറയട്ടെ, ഈ പരസ്പര സഹകരണമില്ലേ, ഉപ്പുകൊടുത്ത് തീ കൊടുത്ത് സഹകരിക്കുന്നതിനെ പറ്റിയൊന്ന് പറഞ്ഞത് ഓർത്തു നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ഒരിക്കൽ ചോദിച്ചു, മശ്ശൈഉൽ ലദീ ലാ യഹില്ലു മൻഉ, നബിയെ, ഒരിക്കലും ജനങ്ങളെ തൊട്ട് തടയാൻ പറ്റാത്ത വസ്തു എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, അൽ മാഉ വന്നാറു വൽ മിൽഹ്, വെള്ളവും തീയും ഉപ്പുമാണ്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹാദാ അൽ മാ, ഹാദൽ മാ, ഈ വെള്ളം, അത് ഞാൻ സമ്മതിച്ചു, ഇത് വെള്ളമാണ് തങ്ങള് വെള്ളം ഉപ്പ് തീയെന്നാ പറഞ്ഞത്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഈ വെള്ളത്തെ പറ്റി ഒന്നും പറയാനില്ല, കാരണം വെള്ളം ജീവന്റെ ആധാരമാണ്, അത് തടയാൻ പാടില്ല. പക്ഷേ നബിയെ, ഫമാ ബാലുൻ നാരി വൽ മിൽഹ്, ഈ തീയും ഉപ്പും ഒക്കെ തടയുന്നത് ഇത്ര വലിയ വിഷയമാണോ? ഇത് ഇത്ര വലിയ സംഭവമാണോ? തീ കൊടുക്കുക എന്നുള്ളത്, ഉപ്പ് കൊടുക്കുക എന്നുള്ളത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, യാ ആയിഷ, മൻ അഅ്താ നാറാ, ഞാൻ പഴയ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിരുന്നു. ചേരിപ്പൊളി എടുത്തിട്ട് ഉമ്മ പോയിട്ട് തീ കൊണ്ടുവരുന്നത്, ആ തീയിൽ നിന്നാണ് ആ വീട്ടിലേക്കുള്ള അംഗങ്ങൾക്ക് മുഴുവനും ഉമ്മ ചായയുണ്ടാക്കി കൊടുത്തത്, ഓട്ടട ചുട്ടുകൊടുത്തത് അല്ലേ അന്നത്തെ കാലത്ത്? ഒന്നോർത്തു നോക്ക. അപ്പൊ ഒരൽപ്പം തീക്കനല് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അയൽവാസിക്ക് കൊടുക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ തുബിഖ ബിതിൽകന്നാർ, അങ്ങനെ ഒരു തീ കൊടുത്താൽ ആ തീ വെച്ചിട്ട് അവിടെ പാചകം ചെയ്ത് ആ വീട്ടിൽ വിളമ്പിയതൊക്കെ സദഖ ചെയ്ത കൂലിയാണ് അവന്. എത്ര തീ കൊടുത്ത കൂലിയല്ല. എന്താണ് ഇസ്ലാം? എത്ര സുന്ദരമാണ് ഇസ്ലാമിലെ സാന്ത്വനവും സഹകരണവും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾക്ക് ഇത്തിരി തീ കൊടുത്താൽ ആ തീ വികസിപ്പിച്ചെടുത്ത് ആ വീട്ടില് ഒരു 10 ആൾക്ക് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 ആൾക്ക് അരിയും കാശും മുടക്കി ചോറ് വെച്ച് വിതരണം ചെയ്ത കൂലിയാണെന്ന് പറയാൻ ഇസ്ലാം മതം എന്നും മുന്നിലുണ്ട്, എന്നും മുന്നിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
നമ്മൾ ഹോസ്പിറ്റലിൽ നടത്തുന്ന സാന്ത്വനം ചെറുതല്ല. അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. അതിലേക്ക് ഇന്നലെ ഞാനിവിടെ അരിച്ചാക്കുകൾ ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ തന്നു. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്നലെ എത്രയായി എന്ന് ഞാൻ പ്രവർത്തകരോട് ചോദിച്ചിട്ടില്ല. അവരതിന്റെ കണക്കെടുക്കാമെന്ന് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്ര പറഞ്ഞു എന്നതൊക്കെ അവസാനം പറയും. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും തന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ. മുത്തുനബി പറഞ്ഞു, ഇനി ഉപ്പല്ലേ ആയിഷ നീ ചോദിച്ചത്? ഉപ്പ് കൊടുത്ത് സഹായിച്ചാൽ ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ ത്വയ്യബഹു ദാലികൽ മിൽഹ്. ആ ഉപ്പ് ചേർത്തിട്ട് രുചി കൂട്ടിയ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും സദഖ എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാതെ കഞ്ഞി വിളമ്പിയുള്ള ഹാലെന്താ അല്ലേ? കുട്ടികളൊക്കെ നെറ്റി ചൊളിക്കും, എല്ലാരും ചുണ്ടുകൂട്ടും. എന്തും അത് എന്താണ് എനിക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എഴുന്നേറ്റും. അതേസമയം ഒരു അല്പം ഉപ്പിട്ട് കൊടുത്താൽ ടേസ്റ്റായി കുട്ടികളൊക്കെ കുടിക്കും. ഇതിന് കാരണക്കാരൻ എന്താ? നിന്റെ ഒരു കയ്യില് ഉപ്പ. അതുകൊണ്ട് ഈ കഞ്ഞി മുഴുവൻ നിന്റെ ലിസ്റ്റിലേക്ക് വരികയാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എത്ര നല്ല വ്യൂ. അല്ലാഹു തആല ഈ മതം സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടിയത് ചെറിയ തൗഫീഖാണോ സുഹൃത്തുക്കളെ? നമുക്ക് വിശാലമായ സ്നേഹം പഠിപ്പിക്കുന്ന ഈ ഒരു മതം, ഇത് ചെറിയ തൗഫീഖാണോ? കഴിഞ്ഞില്ല. മറ്റു മത സുഹൃത്തുക്കൾ കേൾക്കണം. ഇസ്ലാം ഭീകരവാദ പ്രസ്ഥാനമാണോ? തീവ്രവാദ പ്രസ്ഥാനമാണോ? പഠിപ്പിക്കുന്നത് നോക്കിക്കോളൂ. വമൻ സഖാ ശർബതൻ മിനൽ മാ ഹൈസു യൂജദുൽ മാ. വെള്ളം യഥേഷ്ടം ലഭ്യമാകുന്ന സമയത്ത്, വെള്ളം യഥേഷ്ടം അവൈലബിൾ ആകുന്ന സമയത്ത് ഒരു മുറുക്ക് വെള്ളം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫകഅന്നമാ അഅ്തഖ 60 നസമ. ഫകഅന്നമാ അഅ്തഖ 60 നസമ. 60 വ്യക്തികളെ ഇത്ഖ് ചൊല്ലിയ കൂലിയാണ്. അടിമച്ചങ്ങലയിൽ കിടന്ന് പിടയുന്ന 60 പേരെ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് വാങ്ങിയിട്ട് നീ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിടുന്ന കൂലിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പഴയ കാലത്ത് നിങ്ങൾ വെള്ളം കോരുമ്പം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെള്ളം കോരാൻ വേണ്ടി വന്നു നിന്ന ചെറിയ മക്കള്, അവർ വെള്ളം കോരിയാൽ അലമാര പോലും തീർത്തിട്ടില്ലാത്ത നിങ്ങളെ കിണറ്റിലേക്ക് ആ കുഞ്ഞുമക്കള് വീഴുമെന്ന് കരുതിയിട്ട് എന്റെ ഉമ്മ ഇറങ്ങി വന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെ, നമ്മളൊക്കെ സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോ അവിടുത്തെ പാത്തുമ്മത്താത്ത കോരിയിട്ട് പാള, തൊട്ടി പോലും ഉണ്ടാവൂല, ആ പാളയിൽ കോരിയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു തരുമ്പോ നമ്മൾ കൈ കുമ്പിൽ കുത്തി കുടിച്ചിരുന്നു. ആ കുടിക്കുന്നതിന്റെ പ്രതിഫലമാണ് അത്. പാത്തുമ്മത്താത്തക്ക് അറിഞ്ഞതുകൊണ്ടാണ്. പാത്തുമ്മത്താത്ത മക്കളെ, നിങ്ങൾ കിണറ്റിൽ വീടരുത്, വെള്ളം കോരി ഞാൻ കോരിത്തരാം. മൻ സഖാ ശർബതൻ മിനൽ മാ. ഒരു മുറുക്ക് വെള്ളം. ഇതൊക്കെ മുത്തുനബിയുടെ. എന്തുകൊണ്ടാ സുഹൃത്തുക്കളെ ഈ വചനങ്ങളൊക്കെ ഉല്ലേഖനം ചെയ്യേണ്ടത്? സ്വർണ്ണലിപികളാൽ അല്ലേ? ഒരു മുറുക്ക് വെള്ളം ആവശ്യക്കാരന് കൊടുത്തു. എപ്പോൾ? ഹീന യൂജദുൽ മാ. വെള്ളം ലഭ്യമാകുന്ന സമയത്ത് കൊടുത്താൽ 60 വ്യക്തികൾക്ക് മോചനം നൽകിയവനെ പോലെയാണ്. ഇനി പറഞ്ഞു, വമൻ സഖാ ശർബതൻ മിനൽ മാഇ ഹൈസു ലാ യൂജദ്. വെള്ളം ലഭ്യമല്ലാത്ത സമയത്ത് ഒരു മുറുക്ക് വെള്ളം കൊടുത്താൽ അടുത്ത വേനലിലൊക്കെ നമുക്ക് അവസരം കിട്ടും. എന്റെ പ്രിയപ്പെട്ട SYSന്റെ പ്രവർത്തകരോട് പറയുന്നു, യൂണിറ്റുകൾക്കൊക്കെ അങ്ങനെ ആലോചിക്കാം. അടുത്ത വേനലിൽ അവസരം ഉണ്ടാവും. നിങ്ങളൊരു വണ്ടിയിൽ വെള്ളം, ശുദ്ധജലം ശേഖരിച്ച് കൊണ്ടുപോയി വീടുകളിലൊക്കെ ഇങ്ങനെ ഇറക്കി അവരുടെ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ, ഉമ്മമാർക്കും മക്കൾക്കും ഒഴിച്ചു കൊടുത്താൽ, വെള്ളം ലഭിക്കാത്ത സമയത്ത് ഒരു മുറുക്ക് വെള്ളം, ഇതൊക്കെ ഒരു കുടം വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ചല്ല, ഒരു മുറുക്ക് വെള്ളം കൊടുത്താൽ ഒരു മനുഷ്യന് ജീവൻ നൽകിയതിന് തുല്യമാണ്. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് രണ്ടാമത് ജീവൻ നൽകിയതിന് പകരമാണത്. എന്ത്? വെള്ളം ലഭ്യമല്ലാത്ത സമയത്ത് ഒരു സാധുവിനൊരു മുറുക്ക് വെള്ളം കൊടുത്താൽ ഒരാൾ, മരിച്ചു കിടക്കുന്ന ഒരാളെ ഹയാത്താക്കി കൊടുത്തതിന് തുല്യമാണ്. ഒമൻ അഹ്യാഹ, ഒരാൾക്ക് ജീവ് നൽകുക എന്ന് പറയുന്നത് ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ജീവിപ്പിക്കുന്നതിന് തുല്യവുമാണ്. അത് ഖുർആനിൽ നിന്ന്
തന്നെ കിട്ടും. എന്നുള്ളത് ഖുർആൻ പറഞ്ഞതാണ്. നമുക്ക് എങ്ങനെ ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ പറ്റുമോ? അത് ആ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. നമുക്കൊരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കേട്ടു, പ്രിയപ്പെട്ട സഹോദര, നീ കേട്ടു. ആയത്തിന്റെ അർത്ഥവും കൂടെ കൂട്ടത്തിൽ നിന്ന് പറയാണ്. നീ കേട്ടു എന്ത്? നിന്റെ സുഹൃത്തിന്റെ പെങ്ങള് ഓവർ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലുണ്ട്. ഉടനെ വന്ന് രക്തം കൊടുക്കാൻ സംഭാവന ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാം. ഡോക്ടർമാര് പറഞ്ഞു, നിനക്ക് ഫോൺ കോള് വന്നു, നിന്റെ സുഹൃത്തിന്റെ, എന്റെ പെങ്ങള് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു, നിന്റെ രക്തമേതാ, ബി പോസിറ്റീവ് ആണോ? ആണ്. നീ ഒന്ന് വരുവോ? അപ്പോഴേക്ക് ഇവനൊരു ഉരുണ്ടുകളിയാ. ഞാൻ നോക്കട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുള്ളൂ, ഉണ്ടായാല് രക്തം കൊടുത്തിട്ടുണ്ടാവൂല, എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിവാകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരാ ഈ ഒരു ബോധമുള്ള മുസ്ലിം ഓടിപ്പോകും. രക്തം കൊടുത്തിട്ട് ആ കൊച്ചു പെങ്ങളെ മോചിപ്പിക്കാൻ പറ്റിയാൽ, ആ പെങ്ങളെ ജീവൻ രക്ഷിക്കാൻ പറ്റിയാൽ, അതാ നമ്മളുടെയൊക്കെ ഹയാത്ത്. ഞമ്മക്കൊരാൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെയാണ്. മരിക്കാൻ നേരത്ത് വെള്ളം കിട്ടാതെ മരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നമ്മളയാളെ ജീവിപ്പിച്ചു. അതേ രക്തമില്ലാതെ പിടയുന്ന മനുഷ്യന് രക്തം ഡൊണേറ്റ് ചെയ്താൽ നമ്മളയാളെ ജീവിപ്പിച്ചതിന് തുല്യമാണ്. ഇങ്ങനെ അങ്ങ് നീണ്ടുപോകുന്നു. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവന് ഒരു പിടി ഭക്ഷണം എത്തിച്ചു കൊടുത്താൽ വമൻ അഹ്യാഹ എന്ന് പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഓപ്പറേഷന് വിധേയമാകണം. ഒരാൾ ഓപ്പറേഷന് വിധേയമാകണം. അയാളെ ഓപ്പറേറ്റ് നടത്താനുള്ള ചെലവ് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. 2 ലക്ഷം രൂപ മുടങ്ങും. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് പോയിട്ട് ഓപ്പറേഷൻ നടത്തുമെന്ന് പറഞ്ഞു. നിങ്ങൾ അയാളുടെ ജീവൻ രക്ഷിച്ചവനാണ്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചാൽ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും, കോടാനക്കോടി മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ്. ഇത് വിശുദ്ധ ഖുർആനാണ് വിളിച്ചു പറഞ്ഞത്. അതിന്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു മനുഷ്യന്റെ ജീവൻ നമ്മുടെ കരങ്ങളാൽ അപകടപ്പെട്ടാൽ, ഒരു മനുഷ്യനെ കുത്തിക്കൊന്നാൽ, ശരിക്കും ശ്രദ്ധിക്കണം, എത്ര ആളുകളുണ്ട് മനുഷ്യനെ കുത്തിക്കൊല്ലരുത്, മനുഷ്യനെ കൊല്ലരുത്, വിഷം കൊടുത്തു കൊല്ലരുത്, കുത്തിക്കൊല്ലരുത്, മനുഷ്യനെ പട്ടിണിയാക്കരുത്. അതേ രൂപത്തിൽ തന്നെയാണ് ആ മനുഷ്യനോട് ക്രൂരതകൾ കാണിച്ചുകൊണ്ട് അവനെ കൊന്നുകളഞ്ഞാൽ, അതേ മറ്റൊരാളെ കൊന്നതിനുള്ള പ്രതികൊലയല്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ഓടി നടക്കുന്ന പേപ്പട്ടിയെ കൊല്ലണം, ഉറപ്പ് തന്നെയാണ്. ജനങ്ങളെ മുഴുവനും കൊന്നുകളയുന്ന ഒരു മനുഷ്യൻ ഓടി നടന്ന് അയാളെ കൊന്നെങ്കിൽ മാത്രമേ നാട്ടിൽ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂ. എങ്കിൽ അയാളെ കൊല്ലണം എന്നതിൽ തർക്കമുണ്ടോ? കാരണം എല്ലാവരുടെ ജീവനും കൂടെ ഭീഷണിയാവുകയല്ലേ. അവിടെ ആ ഖുർആൻ പറഞ്ഞത്, അകാരണമായി ഒരു ശരീരത്തെ കൊന്നുകളഞ്ഞാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആകത്തുക, വയംനഊനൽ മാഊൻ, പരസ്പര സഹകരണം, ആവശ്യമായ വിഷയങ്ങളിൽ സഹകരണം നിഷേധിക്കുന്നവർ മതം കൊണ്ട് കളവാക്കിയവരാണ്. സാന്ത്വനം, അതാണ് സ്വർഗ കവാടം എന്ന വിഷയം, ഇവിടെയാണ് അതിന്റെ പ്രസക്തി വരുന്നത്. പാവപ്പെട്ടവനെ സഹായിക്കണം. ഒന്നാമത്തെ ദിവസം നാം ധാരാളം ആയത്തുകൾ ഓതിയിട്ടുണ്ട്, ഹദീസുകൾ ഓതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പില് ഒരു നല്ല സംഭവമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ചിന്തിക്കാൻ പറ്റിയ സംഭവമാണ്. ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരോട് എന്തൊരു സ്നേഹമായിരുന്നു. ഹബീബായ നബി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു മുത്തുനബിക്ക് പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരോട്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
എന്നോട് മുത്തുനബി പറഞ്ഞു, ഔസാനി ഖലീലി, എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞു, എന്നോട് വസിയ്യത്ത് ചെയ്തു. എന്താ വസിയ്യത്ത് ചെയ്തതെന്നറിയുമോ? ഔസാനി ഖലീലി ബിഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ, സാധുക്കളെയും ദരിദ്രരെയും സ്നേഹിക്കണേ എന്ന് മുത്തുനബി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കിക്കോ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ച ഒരു സംഭവം പറയുന്നു. മഖ്ദൂം തങ്ങൾ അവരുടെ കിതാബിൽ ബാബു ഫളിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന തലക്കെട്ടില് സാധുക്കളുടെയും ദരിദ്രരുടെയും ശ്രേഷ്ഠത എന്ന തലക്കെട്ടിൽ അറിയപ്പെടുന്ന ഒരു ചാപ്റ്റർ മഖ്ദൂം തങ്ങളുടെ കിതാബിലുണ്ട്. അതിൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്തിനാ കേൾപ്പിക്കുന്നത്? ജീവിതത്തിൽ എന്നും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒപ്പം നിൽക്കണം. സാന്ത്വനം നടത്തുന്നവരെ നിങ്ങൾ കൈത്താങ്ങായി അവരെ സഹായിക്കണം. എങ്കിൽ നമുക്കൊരുമിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റും. മുഅ്മിനീങ്ങളെ, ഇത് വെറുതെ പറയുകയല്ല. മഖ്ദൂം തങ്ങൾ പറയുന്നു, ഏറ്റവും പ്രശസ്തനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേരെനിക്കറിയാം. മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൽക്കാലം പറയാതെ മാറ്റിവെക്കുന്നു. അദബ് കീപ്പ് ചെയ്തുകൊണ്ട് തൽക്കാലം ആ പേര് പറയുന്നില്ല. നമുക്ക് വേണ്ടത് കഥയുടെ ഗുണപാഠമാണ്. ഒരു വലിയ മഹാൻ, ദർസ് നടത്തുന്ന ഒരു ഉസ്താദാണ്, ഒരു വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ പള്ളിയിൽ കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പം ആ പള്ളിയിൽ അതാ ഒരു പാവപ്പെട്ട ഫഖീർ വരുന്നു. വന്നിട്ട് അദ്ദേഹം അതാ മിഹ്റാബിനോട് ചേർന്ന് പള്ളിയുടെ ഒന്നാം സഫിൽ ഒരൊറ്റ ഇരുത്തമാണ്. ദിക്റ് ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോടും ഒന്നും പറയുന്നില്ല. എരിപൊരി കൊള്ളുന്ന വയറിന്റെ പരാതികൾ പുറത്തേക്ക് വരുന്നില്ല. ദിക്റിലും തസ്ബീഹിലും മുഴുകുകയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. അന്ന് രാവിലെ വന്നു, കുറച്ചു സമയം അങ്ങനെ കഴിഞ്ഞു, ഉച്ചയോടടുത്ത് വന്നു. അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പം ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിലെ സമ്പന്നന്റെ വീട്ടില് ഇവർക്കൊരു സൽക്കാരമുണ്ട്, ഉസ്താദിനും കുട്ടികൾക്കും. ആ സമയത്ത് ഈ മഹാൻ പറയുന്നു തന്റെ കുഞ്ഞുങ്ങളോട്, മക്കളെ, ഒരു പാവപ്പെട്ട ഫഖീറുണ്ടല്ലോ, നേരത്തെ അവിടെ പള്ളിയിൽ കാണുന്നുണ്ടല്ലോ, അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, പാവം മുസാഫിറാണ്, യാത്രക്കാരനാണ്. അയാളോട് ഭക്ഷണം കഴിക്കാൻ കൂടെ വരുന്നോന്നൊന്ന് ചോദിച്ചു നോക്ക്. കുട്ടികൾ പോയിട്ട് ചോദിച്ചു, നിങ്ങളോട് ഉസ്താദ് ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്കിവിടെ തൊട്ടടുത്ത വീട്ടിലൊരു പരിപാടിയുണ്ട്, ഒരു പാർട്ടിയുണ്ട്, ആ സൽക്കാര പാർട്ടിയിലേക്ക് ഉസ്താദ് നിങ്ങളെയും കൂടെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം. സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ല ഭക്ഷണമൊന്നും ആവശ്യമില്ല, ഞാൻ സ്വസ്ഥമായി ഇവിടെ ഇരുന്നോളാം മക്കളെ. പക്ഷേ എനിക്കാവശ്യം, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് പറയട്ടെ. ഒരൽപ്പം കുറിയരിക്കഞ്ഞി കിട്ടിയാൽ, പൊടിയരിക്കഞ്ഞി കിട്ടിയാൽ ഞാനത് കുടിച്ചുകൊള്ളാം. ഇയാൾ പറയുന്നു, സുബ്ഹാന മൻ ജല്ല ജലാലു. ഉസ്താദിനോട് കുട്ടികൾ വന്ന് പറഞ്ഞപ്പം ഉസ്താദ് പറഞ്ഞു, ഓഹോ, അയാൾക്ക് കഞ്ഞി, ചെറിയരിക്കഞ്ഞി അത് മതിലേ, നല്ല ഭക്ഷണമൊന്നും വേണ്ടല്ലേ, അവിടെ ഇരുന്നോട്ടെ, നമ്മൾ പോവുകയെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, നമ്മൾ പോവുക, നമ്മളെ കൂടെ വരാൻ അദ്ദേഹത്തെ വിളിച്ചല്ലോ. സുബ്ഹാന മൻ ജല്ല ജലാലു. സുഹൃത്തുക്കളെ, അന്നു രാത്രി ഉസ്താദും കുട്ടികളുമൊക്കെ തിരിച്ചു വന്ന് ഉസ്താദ് പള്ളിയോട് ചേർന്ന് തന്റെ സ്വന്തം വസതിയിൽ കിടന്നുറങ്ങുകയാണ്. അർദ്ധരാത്രി ഹബീബായ റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ ദർശിക്കുന്നു. ഇത് ചില്ലറക്കാരനല്ല. അതുകൊണ്ടാ ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ പേര് പറയാതെ അങ്ങനെ കൊണ്ടുവന്നത്. മഖ്ദൂം തങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ച സംഭവമാണ്.
സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനെ അങ്ങനെ കണ്ടപ്പം ബഹുമാനപ്പെട്ടവര് റസൂലുള്ളാഹിനെ മാത്രമല്ല സ്വപ്നത്തിൽ കാണുന്നത്, മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടാൽ അവിടെ പിന്നെ കള്ളൻ കയറൂല, അത് മുത്തുനബി തന്നെ. അത് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നതാ. അങ്ങനെ മുത്തുനബിനെ കണ്ടപ്പം ഒരു കൂട്ടം ആളുകൾ, എല്ലാം നല്ലവരും മഹാന്മാരും, അവിടുന്ന് ചോദിച്ചു ആരാണിത്? മറുപടി കിട്ടി, തിൽക്കർ റുസുലു ഫളൽനാ ബഅ്ളഹും അലാ ബഅ്ള്. ചിലർക്ക് ചിലരെക്കാൾ അല്ലാഹു മഹത്വം കൽപ്പിച്ച പ്രവാചക കുടുംബം, 1,24,000 വരുന്ന പ്രവാചക കുടുംബത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ മുൻനിരയിലുള്ളത് എന്റെ ഹബീബാണല്ലോ. ഞാൻ ഹബീബിന്റെ അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഹബീബിന്റെ താരത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞപ്പം അല്ലാഹുവിന്റെ റസൂല് മുഖമങ്ങ് തിരിച്ചു കളഞ്ഞു. മുഖമങ്ങ് തിരിച്ചു, സലാം മടക്കിയില്ല. ബഹുമാനപ്പെട്ടവർ വേദനിച്ചു. ഇപ്പുറത്തുകൂടെ മുഖം കൊണ്ട് തിരിച്ചപ്പോ ഇപ്പുറത്തുകൂടെ പോയിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നും മുഖം ഇങ്ങോട്ട് തിരിച്ചു. അവിടുന്ന് ചോദിച്ചു, അല്ല തങ്ങളെ ഞാൻ എന്തു തെറ്റാ ചെയ്തത്? ഇത്രയും അധികം സേവനങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ഒരു മഹാൻ. അദ്ദേഹം ചോദിക്കുകയാണ്, എത്രയോ കാലം ദർസ് നടത്തിയ മഹാൻ അവിടുന്ന് ചോദിച്ചു, ഞാൻ എന്തു തെറ്റാ ചെയ്തത്? എന്റെ സലാമങ്ങ് മടക്കാതിരിക്കാൻ കാരണമെന്താ? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു, എല്ലാം സ്വപ്നലോകത്താണ് സുഹൃത്തുക്കളെ. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഉമ്മത്തി കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ നിന്നോട്. ഒരു കുഞ്ഞിക്കൈയിൽ കഞ്ഞിയല്ലേ ചോദിച്ചുള്ളൂ, അത് കൊടുക്കാത്ത നിങ്ങളുടെ സലാം ഞാൻ മടക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞങ്ങ് അപ്രത്യക്ഷമായി. മഹാനവറുകൾ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നു. ഉടനെ അതാ വസ്ത്രം മാറി വരുന്നു പള്ളിയിലേക്ക്. ആളെ കിട്ടണം, അയാൾക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കണം. ആ പ്രതീക്ഷയിൽ വന്നു. പള്ളിയിൽ തപ്പുമ്പോ ആളെ കാണുന്നില്ല. എവിടെ പോയി? അങ്ങനെ പള്ളിയുടെ സൈഡിലേക്ക് പോയി നോക്കി, ചെരുപ്പൂരി വെക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്കി. അപ്പൊ കക്ഷിയുണ്ട് ചെരുപ്പിട്ടിട്ട് ഓടുക. അപ്പൊ പിന്നാലെ കൂടി, നിൽക്കൂ ഓ മനുഷ്യ, അവിടെ നിൽക്കൂ. അയാൾ തിരിഞ്ഞെന്ന് ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് കഞ്ഞിയോ വേണ്ടത്, ചോറോ വേണ്ടത്, പത്തിരിയോ വേണ്ടത്, എന്താ വേണ്ടതെങ്കിൽ തരാം. ഇതൊന്ന് കഴിച്ചിട്ട് പോകണം. ഞാൻ എന്റെ വീട്ടില് ഈ നട്ടപ്പാതിരക്ക് നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, വരണം. ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, വേണ്ട, ഒരു കുഞ്ഞിക്കൈയിൽ കഞ്ഞിക്ക് 1,24,000 പ്രവാചകന്മാരുടെ റെക്കമെൻഡ് വേണ്ടേ? തൽക്കാലം എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഓടിപ്പോയി. അതിന്റെ ശേഷം പിന്നീട് ഈ മഹാൻ ജീവിതത്തിലൊരിക്കൽ പോലും അറിയാതെ പോലും ഒരു ഫക്കീറിനെ അവഗണിച്ചിട്ടില്ല. ഇതാള് മോശക്കാരനായതുകൊണ്ടല്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. അപ്പോഴേക്ക് അതിനുള്ള പ്രതിവിധിയും കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തില് എത്ര സാധുക്കളെയാ അവഗണിക്കാറുള്ളത്? നല്ലോണം ആലോചിച്ചോളണം. സഹായം അർഹിക്കുന്നവരെ തട്ടിക്കളയണ്ട. അത് അള്ളാഹുവിന്റെ റസൂൽ ഒട്ടും പൊരുത്തപ്പെടില്ല. അള്ളാഹുവിന്റെ റസൂലിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണത്. സഹായം അർഹിക്കുന്നവരെ തട്ടിക്കളയുക എന്നത്. ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന കൂലി കിട്ടാൻ, ആ പട്ടികയിൽ ഉൾപ്പെടാൻ ദിവസവും ഒരു പിടി ഭക്ഷണം ഒരു സാധു എന്റേത് കഴിച്ചു പോകണമെന്ന നിർബന്ധത്തിന് അതൊരു സാലിഹായ മനുഷ്യനും കൂടെ ആയാൽ, അത് അള്ളാഹുവിന്റെ ഇൽമ പഠിക്കുന്ന ഒരു കുട്ടിയും കൂടെ ആയാൽ വലിയ ബറക്കത്താന്ന് കരുതിയ പഴയ കാലത്ത് സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വകുപ്പില്ലാത്ത ഉമ്മയും ഉപ്പയും കുട്ടിയേക്ക് പള്ളിയിലെ മുതഅല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുത്തിരുന്നു. ഞാനൊക്കെ അങ്ങനെ തിന്ന് വളർന്നയാളാ. ഓർക്കുമ്പം വല്ലാത്ത സങ്കടമാ. ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ അവരുടെ സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ അവരുടെ കൈവശം ഒന്നുമില്ലെങ്കിലും, സുഹൃത്തുക്കളെ, അവരുടെ കൈവശം ഒന്നുമില്ലെങ്കിലും ആ പാവങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ
ഈ മുത്തഅല്ലിമ് വരാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരുക്കി വെക്കുന്ന ഉമ്മ ഇപ്പോഴും ഉണ്ട്. കുറെ ഉമ്മമാരെ ഓർക്കാൻ കഴിയും. ഒളവട്ടൂരിൽ ഒരു ഉമ്മ ഇപ്പോഴും ഉണ്ട്. ഒരു 85-ലധികം വയസ്സുണ്ട് പ്രായം. ഞാൻ ഇടയ്ക്കിടെ ആ ഉമ്മനെ കാണാൻ പോകും. കാരണം 3 കൊല്ലം എനിക്ക് ചോറ് തന്നതും എനിക്ക് ഭക്ഷണം തന്നതും എനിക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ്. എന്റെ ഉപ്പ 8ാമത്തെ വയസ്സിൽ എന്നെ കുടുംബനാഥനാക്കി എന്നിൽ നിന്ന് വിട പറയുമ്പം എന്റെ മുമ്പിൽ ശുദ്ധശൂന്യതയാണ്. അങ്ങനെയാണ് ഞാൻ പള്ളി ദർസിലെത്തുന്നത്. ആ പള്ളി ദർസിലെത്തുന്നത് 11ാമത്തെ വയസ്സിലാണ്. അന്ന് ഭക്ഷണം തന്നവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അന്ന് സഹായിച്ചവരെ മറക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നാം നടത്തുന്ന ഈ ദീനി ദഅവത്തിന്റെ പ്രതിഫലം ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുള്ളത്, പടച്ചവനെ ഇതിന്റെ മിസ്ല് സവാബ് നീ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ നല്ല പ്രായവും നല്ല സമയവുമൊന്നും നമ്മളിൽ നിന്ന് കാണാൻ പറ്റാത്ത എന്റെ പ്രിയപ്പെട്ട പിതാവ്, അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, നമ്മളുടെയൊക്കെ സുഖവും സന്തോഷവും ഒക്കെ കാണാനും അതിലൊന്നും പങ്കുകൊള്ളാനും കഴിയാത്ത നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഈ അരീക്കോട് നമ്മൾ സംഘടിപ്പിച്ച ഈ മജ്ലിസിന്റെ വെളിച്ചവും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഞാൻ ഈ തഫ്സീറുകളൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇവരുടെ ഒക്കെ മുമ്പ് എനിക്ക് ഓർക്കേണ്ട വലിയ ഒരു വ്യക്തിയുണ്ട്. ബഹുമാനപ്പെട്ട KC ഉസ്താദ് ഇവിടെ എത്തി. KC ഉസ്താദിന്റെ സ്നേഹിതനായിരുന്ന എന്റെ വന്യരായ ഉസ്താദ് അബ്ദുറഹ്മാൻ ദാരിമി മുടിക്കോട്. കഴിഞ്ഞ കൊല്ലമാണ് കിഴക്കുംപറമ്പ് അബ്ദുറഹ്മാൻ ദാരിമി കഴിഞ്ഞ കൊല്ലം റമദാനിന്റെ 15 ദിവസം മുമ്പ് ഞങ്ങളെയൊക്കെ മരിക്കുന്നതിന്റെ ഒരു 5 ദിവസം മുമ്പ് വിളിച്ചു വരുത്തി ഘനമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി. കണ്ണിലേക്ക് നോക്കി വിട പറയുമ്പം അത് അവസാനത്തെ വാക്കുകളാണെന്ന് മനസ്സിലായിരുന്നില്ല. ഇപ്പോഴും ഏതൊരു വിഷയവും നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി കിതാബുകൾ നോക്കി ഒരുങ്ങി തയ്യാറാകുമ്പം അറിയാതെ കണ്ണുനീര് വീണു പോകാറുണ്ട്. കാരണം അന്ന് നമ്മൾ അവർ പഠിപ്പിച്ചു തന്ന ആ നഹ്വിന്റെ സർഫിന്റെ ബലത്തിലാ സുഹൃത്തുക്കളെ നമുക്ക് കിതാബ് നോക്കാൻ കഴിയുന്നത്, ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നത്, വഅദ് പറയാൻ കഴിയുന്നത്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ പരതാൻ കഴിയുന്നത്. അവരെന്തായാലും ഞാൻ ഈ പറയുന്നതിന്റെ പ്രതിഫലം അങ്ങോട്ട് എത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ നേരത്തെ അങ്ങെത്തും. കാരണം അതാണല്ലോ അതിന്റെ ലോകം. ഉസ്താദുമാർക്ക് കിട്ടുന്ന ലാഭം അതാണ്. നിങ്ങൾ കരുതിയോ ഈ 2000-ഉം 3000-ഉം 4000-ഉം രൂപക്ക് പണിയെടുക്കുന്ന ഉസ്താദുമാർ പോയത്തക്കാരാണെന്ന്? അല്ല, അവർക്ക് കിട്ടുന്ന ലാഭം ഇതാണ്. അവർ പഠിപ്പിച്ചുണ്ടാക്കിയ ഒരു കുട്ടി, ആ കുട്ടി ദർസ് നടത്തുമ്പം വഅദ് പറയുമ്പം ആ കുട്ടി മദ്രസയിൽ പഠിപ്പിക്കുമ്പം അതിന്റെ മിസ്ല് സവാബ് തത്തുല്യ പ്രതിഫലം അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അവർ പോയത്തക്കാരല്ല, ബുദ്ധിയുള്ളവരായതുകൊണ്ടായി പണിയെടുക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അവര് സമൂഹത്തിൽ ഒരു 2ാം കിടയായി കാണേണ്ടതില്ല, കാണരുത്. നിങ്ങളാരും അത് കാണുന്നവരല്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാണ് ലോകത്ത് ബുദ്ധിയുള്ളവർ എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്തേ അവർക്കും കല്ല് ചുമക്കാൻ പോയിക്കൂടെ? അവർക്കും എന്തേ മണൽ വാരാൻ കഴിയൂലേ? അവർക്കും എന്തേ മരത്തിൽ കയറാൻ പറ്റൂലായിരുന്നോ? ഇനിയും വേണമെങ്കിൽ ശ്രമിച്ചാൽ നടക്കൂലേ? അതൊക്കെ ഒഴിവാക്കിയിട്ട് ചില്ലറ കാശിന് സേവനം ചെയ്യുമ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ പടച്ചോന്റെ അടുത്തേക്ക് കിട്ടാൻ പോകുന്ന ആ വലിയ ബെനിഫിറ്റ്, അതാണ് അവർ മുമ്പിൽ കാണുന്നത്. ആ വലിയ ലാഭമാണ് അവർ മുമ്പിൽ കാണുന്നത്. ആ പ്രോഫിറ്റ് ചെറുതല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിലൊക്കെ സേവനം ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാർ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പാവപ്പെട്ട ഉസ്താദുമാർ, ഈ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ഹാല് എന്താണ്? എന്നാലും അവര് നല്ല സന്തോഷത്തിൽ ജീവിക്കും. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതഅല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുത്തിരുന്നത് ഈ പറഞ്ഞ ഇത്ആമുൽ മിസ്കീന്റെ ലിസ്റ്റിൽപ്പെടാനാണ്. മിസ്കീന് ഭക്ഷണം കൊടുത്ത ലിസ്റ്റിൽപ്പെടാനാണ്. അത് എന്നും അവർക്ക് ഇങ്ങനെ നടന്നു. ഇന്നതൊക്കെ കൈമോശം വന്നു. എന്നാൽ ഇന്ന് നമുക്ക് മജ്മഅ് പോലെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചാക്ക് അരി അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയും. മജ്മഅയിലെ മക്കള് നമ്മുടെ ഈ സദസ്സിൽ ഇന്ന് സമാപന ദിവസം എന്ന നിലക്ക് അവർ വന്നിട്ടുണ്ട്.
അവർ വന്നിട്ടുണ്ട്. ഭൗതിക വിദ്യ പഠിക്കുന്ന ആ തലപ്പാവണിഞ്ഞ മക്കള്, അവർ നന്നായി ഭൗതികവും മതവും ഒരേ രൂപത്തിൽ പഠിക്കുന്നവരാണ്. രണ്ടു വിദ്യാഭ്യാസത്തിലും രണ്ടറിവിലും PG നേടുക എന്ന ലക്ഷ്യത്തിൽ ആ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് നല്ല ഇസ്സത്ത് നൽകട്ടെ, നല്ല പുരോഗതി നൽകട്ടെ, നല്ല ഫഹ്മും ഓർമ്മശക്തിയും അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളെ വല്ലപ്പോഴും അവഗണിച്ചാൽ അള്ളാഹു പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് വിശുദ്ധ ഖുർആനിൽ ഒരു ഉദാഹരണമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ഒരു ഉദാഹരണം എത്ര ഹൃദ്യമാണ് സഹോദരങ്ങളെ. അള്ളാഹു തആല പഠിപ്പിക്കുന്നു, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. തീർച്ചയായും പാപങ്ങളെ അവഗണിക്കുന്നവരെ നമ്മൾ പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ പഠിപ്പിക്കും. അള്ളാഹു പറയാണ്, അവരെ നമ്മൾ പരീക്ഷിക്കും. ഏതുപോലെ? കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, ഒരു തോട്ട ഉടമകളെ നമ്മൾ പരീക്ഷിച്ചതുപോലെ. കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, അത് പറഞ്ഞിട്ട് ഒരു നല്ല കഥയാ പറയുന്നത്. ഇത് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. ആ തോട്ടത്തിന്റെ ഉടമകൾ അവർ തലേന്ന് രാത്രി അവർ ശപഥം ചെയ്തു, അവർ സത്യം ചെയ്തു. എന്ത്? ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ, നാളെ അതിരാവിലെ നമ്മൾ തോട്ടം കൊയ്തെടുക്കും എന്ന് അവർ ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞു. എന്താ സംഭവം? ആദ്യം ആ സംഭവം ചെറുതായി ഒന്നങ്ങ് പറയാം, എന്നിട്ട് പിന്നെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ വേഗം അങ്ങ് തിരിയും. അല്ലെങ്കിൽ ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് വീണ്ടും ഞാൻ ആ സംഭവം ഒന്ന് പറയേണ്ടി വരും. അതിലേറെ നന്നാവും എങ്ങനെയാണെന്ന് തോന്നുന്നു. നല്ല ഒരു വാപ്പുണ്ടായിരുന്നു, സാലിഹായ ഒരു വാപ്പ. ആ വാപ്പാക്ക് ഏക്കർ കണക്കിന് പറമ്പും തോട്ടവും വയലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെയും ഈ വയലും തോട്ടവും ഒക്കെ വിളവെടുക്കുന്ന കാലത്ത് ഈ ഉപ്പെന്ത് ചെയ്യുന്നറിയോ? രണ്ടാളെ തപ്പ് മുട്ടി നാട്ടിൽ വിളിച്ചറിയിക്കാൻ വിടും. നിങ്ങൾ വിളിച്ചു പറയൂ, ആചാര്യയുടെ അയാളുടെ വിളവെടുപ്പ് നാളെയാ, കൊയ്ത്തുമതി എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് പറയും. ആ പരിപാടി നാളെയാണ്, അതുകൊണ്ട് പാവങ്ങളൊക്കെ വരട്ടെ. എന്നിട്ട് ഇയാൾ കൊയ്ത് കൊണ്ടുപോകുമ്പോ പാവങ്ങൾക്കൊക്കെ ഇയാളെ വകയായിട്ട് ഇയാൾ നെല്ല് കൊടുക്കും, ഗോതമ്പ് കൊടുക്കും, ഇയാൾ മുന്തിരി കൊടുക്കും, ഇയാൾ കാരക്ക കൊടുക്കും, ഇങ്ങനെ കുറച്ച്. പിന്നെയോ ഏക്കർ കണക്കിന് വയലുകൾ കൊയ്ത് കഴിഞ്ഞാൽ ആ വയലിൽ മുറിക്കുമ്പോൾ അരിവാളുകളിൽ കുടുങ്ങാതെ വീണുപോയ കതിരുകൾ ഉണ്ടാവും. പഴയ കാലത്തൊക്കെ നിങ്ങളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ചെറുപ്പത്തില് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണ അനാഥത്വത്തിൽ വളർന്ന സമയത്ത് തൊട്ടടുത്ത വയലുകൾ കൊടിയുമ്പോൾ അവർ കറ്റകെട്ടിപ്പോയാൽ പിന്നെ അതിലുള്ള പൂർത്താള് ഞമ്മക്കുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ കുട്ടിയേക്ക്, അയൽപക്കത്തെ കുട്ടിയേക്ക് അത് പൊറുക്കണോൽക്കുള്ളതാ. പുറത്താള് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഭാഷയാണത്. മുറിക്കതിരുകൾ, നല്ല മലയാളം പറഞ്ഞാൽ മുറിക്കതിരുകൾ, അത് നമുക്കുള്ളതാ, പാവപ്പെട്ടവർക്കുള്ളതാ. അവരിത് പൊറുക്കി കൂട്ടിയാൽ എന്ത് ചെയ്യും? നല്ലോണം സാധനം ഉണ്ടാകും. എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അവിലിടിച്ച് തിന്നാറുണ്ട്, അല്ലേ? ഓർമ്മ വരുന്നുണ്ടാകും, കുറച്ച് പ്രായമുള്ളവർക്ക് നല്ലോണം ഓർമ്മ വരും. ഇങ്ങനെയൊക്കെ ഒരു ആനുകൂല്യം ഈ മുതലാളി കൊടുത്തിരുന്നു. മുമ്പ് കഴിഞ്ഞ ഒരു കഥയാണ്, യമനിൽ നടന്ന ഒരു കഥയാണ് ഖുർആൻ ഈ പറയുന്നത്. ഖുർആന്റെ കാലത്തല്ല, അതിന്റെയും മുമ്പ് മുൻ ഉമ്മത്തിൽ നടന്ന ഒരു കഥയായി പറയുന്നു. ഖുർആനിലൂടെ അത് പറഞ്ഞ് പഠിപ്പിച്ചു തരിക. അപ്പൊ ഈ വാപ്പ അങ്ങനെ ചെയ്യുന്നതിനോട് മക്കൾക്ക് തീരെ യോജിപ്പില്ലായിരുന്നു. മക്കള് പിഷ്കന്മാരായിരുന്നു. മക്കള് പറഞ്ഞു, ഇതൊക്കെ ഞമ്മക്ക് കിട്ടേണ്ടതല്ലേ, വാപ്പന്തിനതിന് ഈ സാധുക്കളെ വിളിച്ചറിയിക്കുന്നത്? വാപ്പാനോട് ഇത് പറയാനുള്ള ധൈര്യം ആർക്കുമില്ല. അങ്ങനെ ഉണ്ട്. ഉദാരന്മാരായ വാപ്പമാർ മരിച്ചുപോയാൽ ആ വീടിന്റെ വാതിൽ അടയാറുണ്ട് പല വീട്ടിലും. പിഷ്കന്മാരായ മക്കള് കാര്യകർത്താക്കളാകുമ്പോൾ നേരെ മറിച്ച് ഉപ്പ തുറന്നിട്ട വാതിൽ ഒന്നും കൂടെ മലർത്തി തുറന്നിടുന്നവരും ഉണ്ട്. അള്ളാഹു അത്തരം ആളുകൾക്ക് ബർക്കത്ത് നൽകട്ടെ. അങ്ങനെയാ വേണ്ടത്. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടതാ. ഇവർ വളഞ്ഞു ചിന്തിച്ചു. ഇവര് പറഞ്ഞു,
വാപ്പ ചെയ്തത് എത്ര വലിയ പോയത്താ. എന്തിനാണ് ഈ പാവപ്പെട്ടവർക്ക് ഇതൊക്കെ കൊടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ പോയിട്ട് കൊയ്യണം. എപ്പോഴാ ഇറങ്ങേണ്ടത്? രാവിലെ പോകുക എന്ന് പറഞ്ഞാൽ ആരും മുറ്റത്തെത്തുന്നതിന്റെ മുമ്പ്, ആരും പാടത്തെത്തുന്നതിന്റെ മുമ്പ് ഒരൊറ്റ സാധു അറിയരുത്. നേരം വെളുക്കുമ്പോഴേക്ക് ഇറങ്ങിയിട്ട് കൊയ്ത്ത് കഴിയണം. ഇത് ഇവർ തീരുമാനിച്ചു. അങ്ങനെ പോയ കഥയാ പറയുന്നത്. ഇനി ആ വിഷയം അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും. ഇത് അവർ പ്രതിജ്ഞ ചെയ്തു, നാളെ അതിരാവിലെ വെളുക്കുന്നതിന്റെ മുമ്പ് പാടത്തെ എത്തിയിട്ട് നമ്മളുടെ പാടങ്ങൾ, നമ്മുടെ തോട്ടങ്ങൾ മുഴുവനും നമ്മൾ മുറിച്ചെടുക്കും, കൊയ്തെടുക്കും. മുറിക്കതിരുകൾ പോലും അവർ കൊഴിച്ചിട്ട് കൊടുക്കൂല. എന്ന് പറഞ്ഞാൽ ഒന്നും അവർ കൊഴിച്ചിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഈ മുറിക്കതിരുകൾ ഒഴിച്ചിട്ട് കൊടുക്കാറുണ്ടായിരുന്നു, അത് നമ്മൾ കൊടുക്കൂല, അതും നമുക്ക് തന്നെ പൊറുക്കാം. ഇവര് പറഞ്ഞു ഒരു എക്സെപ്ഷനുമില്ല, ഒന്നും അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കൂല, മുറിക്കതിരുകളും ഒഴിവാക്കി കൊടുക്കുകയില്ല എന്ന് അവർ തീരുമാനിച്ചപ്പോൾ അവർ അർദ്ധരാത്രി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ദുരന്തം അവരുടെ തോട്ടത്തിലേക്ക് ഇങ്ങ് വന്നു. അതൊരു തീക്കാറ്റായിരുന്നു. ഒരു തീക്കാറ്റിങ് വന്നു. അങ്ങോട്ട് അടിച്ച് വീശിയപ്പം ആകെ കത്തി ഒരു പിടി ചാരമായി തോട്ടവും പാടവും ഒക്കെ. നോക്കൂ നിങ്ങൾ ഖുർആൻ പറയുന്നത്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ആയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ അത് കൊയ്തൊഴിഞ്ഞ പാടം പോലെയായി. ആ തോട്ടങ്ങളും പാടങ്ങളും കൊയ്തൊഴിഞ്ഞ പാടങ്ങളെ പോലെയായി. ഈ വിവരം ആരറിയുന്നില്ല? കൂർക്കം വലിച്ച് ഉറങ്ങണോലെ അറിയുന്നില്ല. അള്ളാഹു കൊടുത്ത ശിക്ഷയാ. അപ്പൊ അതിരാവിലെ പോയിട്ട് കൊയ്യണം എന്ന് പറഞ്ഞതല്ലേ. നാട്ടപ്പാതിരക്ക് ഇവർക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങോ? കാരണം ഈ പാവങ്ങളെ പറ്റിച്ചത് കൊയ്തെടുക്കണം എന്ന് കരുതുകയാണ്. വാപ്പ നടത്തിയ നല്ല സ്വഭാവത്തെ ഇവർ കൈമോശം വരുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ അതിരാവിലെ പരസ്പരം വിളിച്ചു, കിടന്നുറങ്ങ, വേഗണീക്ക്, സാധുക്കൾ എത്തുന്നതിന് മുമ്പ് പാടത്തെത്തണ്ടേ, കൊയ്തെടുത്ത് കൊണ്ടുപോരണ്ടേ. രാവിലെ തന്നെ പരസ്പരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിലേക്ക് രാവിലെ തന്നെ പോകണം, അതിരാവിലെ വെളുപ്പാങ്കാലത്തെത്തണം. ഇൻകുന്തും സാരിമീൻ, നിങ്ങൾ കൊയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എത്തണം എന്ന് പരസ്പരം വിളിച്ചുറപ്പിച്ചു. ഫന്തലഖൂ, എല്ലാരും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. വഹും യതഹാഫതൂൻ, പോകുന്ന വഴിയില് അവർ പരസ്പരം സ്വകാര്യം പറയുന്നു. വഹും യതഹാഫതൂൻ, അവർ സ്വകാര്യം പറയുകയാണ്. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്ന് നിങ്ങളെ പാടത്തേക്ക് ഒരൊറ്റ സാധുവും ചവിട്ടിപ്പോകരുത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് കാണിച്ചു കൊടുക്കാം. ഇവർക്കിത് വാപ്പുള്ള കാലത്ത് നക്കി ചേലായിട്ടുണ്ട്, അങ്ങനെയൊക്കെയല്ലേ പറയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ സാധുവിനെയും പാടത്തേക്ക് ചവിട്ടാൻ അനുവദിക്കൂല. അങ്ങനെ അതിരാവിലെ വല്ലവരും വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള ശേഷിയോടെ അവർ പാടത്തെത്തി. എന്ന് പറഞ്ഞാൽ മൻഇൻ അലാ ഹർദിൻ ഖാദിരീൻ, പ്രതിരോധിക്കാനുള്ള ശേഷിയുമായി ആയുധങ്ങളും വടിയൊക്കെ ആയിട്ട് പാവങ്ങൾ വന്ന് അടിച്ച് തല്ലി ഓടിക്കണം. അതിനു വേണ്ടിയിട്ട് അവർ തോട്ടത്തിലെ വയലിലേക്ക് എത്തിയ സമയത്ത് എന്താ കണ്ടത്? ചാരമായി കിടക്കുക പാടം. മുന്തിരിയില്ല, കാരക്കല്ല, നെല്ലില്ല, ഗോതമ്പില്ല, ഒക്കെ കത്തി നശിച്ചു പോയിരിക്കുന്നു. ഇതങ്ങ് കണ്ടപ്പം കാലൂ, അവര് പറഞ്ഞു, നമ്മൾക്ക് വഴിപിടച്ചിട്ടുണ്ട്. എന്ത്? നമ്മളെ പാടത്തൊന്നും അല്ലട്ടെ എത്തിയത്, എവിടോ നേരം വെളുക്കാൻ ഒഴിവില്ലേ, പാഞ്ഞതല്ലേ, ഓടിയതല്ലേ, അപ്പൊ എവിടോ വഴി പിഴച്ചു പോയിട്ടുണ്ട്, നമ്മളെ പാടത്തേക്കല്ല വന്നത് കാരണം, ചവിട്ടുവഴി എവിടോ പിഴച്ചു പോയിട്ടുണ്ട് കാരണം. ഇന്നാലൂൻ. അത് പറഞ്ഞപ്പം എന്ത് ചെയ്തു? പരസ്പരമൊക്കെ ഒന്ന് നോക്കി, വന്ന വഴി മാറിയോ? അല്ല, അവിടെ ഒരു പാറ ഉണ്ട്, ഇവിടെ ഒരു കല്ലുണ്ട്, അതൊക്കെ സാധാരണ ഉള്ള അടയാളങ്ങൾ. ഇതൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഇവിടെ പോയി ഇവിടുത്തെ വിളവുകളൊക്കെ, കൃഷിയൊക്കെ എല്ലാം കത്തി ചാരമായി കിടക്കുന്നു. അപ്പോഴേക്ക് ബോധം വന്നു,
ബൽ നഹ്നു മഹ്റൂമൂൻ. കണ്ടാ, ആദ്യം പറഞ്ഞു ഇന്നാല വാല്ലൂൻ, നമ്മൾക്ക് വഴി പിഴച്ചിട്ടുണ്ട്, നമ്മളെ പാടത്തല്ല എത്തിയത്, എവിടെയോ വഴി പിഴച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇവർ പറഞ്ഞു അല്ല, വഴി പിഴച്ചതൊന്നുമല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, മറിച്ച് നമ്മൾക്ക് എല്ലാ ലാഭങ്ങളും തടയപ്പെട്ടതാ, നമ്മൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തടയപ്പെട്ടതാ, അള്ളാഹു വിലങ്ങിയതാണ്, ഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് നിഷേധിച്ചതാ നമ്മളെ കോലം കൊണ്ട്. അപ്പോൾ ഖാല ഔസതുഹും, അവരുടെ നടുവിലുള്ള സഹോദരൻ പറഞ്ഞു. ഔസത്തുഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രായം കൊണ്ട് അയാൾ നടുവിലായിരുന്നു എന്നും അല്ല. ഔസത്തുഹും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറില്ലേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ ഖാല ഔസത്തുഹും, അവരുടെ കൂട്ടത്തിൽ അല്പം ഒരു അന്തമുള്ള ആള്, അയാള് പറഞ്ഞു, ഇവരൊക്കെ അന്തംഗമ്മികളായിപ്പോയി, അല്പം അന്തമുള്ള ഒരാൾ ആ കൂട്ടത്തിലുണ്ട്. അയാൾ തലേന്ന് ചർച്ച ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു, വാപ്പുള്ള കാലത്ത് നടത്തിയ ഒരു നല്ല സംസ്കാരം നമ്മൾ പൊളിക്കണോ, അതങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് വെച്ചാ പോരെ, ഈ മുറിക്കതിരുകളൊക്കെ സാധുക്കൾ പൊറുക്കി പൊയ്ക്കോട്ടെ എന്ന് വെച്ചൂടെ, എന്തിനാണ് സാധുക്കളെ പാടത്തേക്ക് വരുന്നത്, അത് കൊടുത്തിട്ട് നമുക്ക് എന്ത് നഷ്ടം വരാനാ, എന്നാലും നമുക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോരാനില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇയാളെ തിന്നാനൊരുങ്ങി. ഇയാളോട് പറഞ്ഞു, ഈ ഒരു നല്ലോന് അങ്ങനെയുണ്ടല്ലോ, കുടുംബത്തിലൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായാലും വാപ്പാന്റെ മുതൽ പാർട്ടീഷൻ ചെയ്യണം. അപ്പൊ ആ സമയത്ത് പലപ്പോഴും ചർച്ച ഉണ്ടാവാറുണ്ട്, ഒരു 10 സെന്റ് വാപ്പാന്റെ ഇത് പള്ളിക്ക് കൊടുക്കല്ലേ അല്ലെ, ഏതോ ഒരുത്തൻ അന്നുള്ള ഒരുത്തൻ പറഞ്ഞാൽ മറ്റവൻ പറയും അന്റെ നണ്ടു കൊടുത്തോ, പള്ളി മറച്ചൊക്കെ വേറെയുണ്ട് അല്ലേ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ നല്ല പ്രവൃത്തി അവിടെ തടയും. അപ്പൊ എന്ത് ചെയ്തു, കാലാവുസത്തുഹും, ഇയാൾ അന്ന് പറഞ്ഞു എന്ത് വേണ്ടട്ടോ, പടച്ചോൻ പരീക്ഷിച്ചാൽ നമ്മൾ കുടുങ്ങും. അപ്പൊ ഇവര് പറഞ്ഞു, ഈ ഒരു മുസാഫിന്റെ നടുക്കണ്ട, നയ്യാണ്ട് കൊടുത്തോ. അപ്പൊ പിന്നെ ഇയാൾക്ക് അതിന് മാത്രമുള്ള വകുപ്പില്ലാനോ അത്രമാത്രമുള്ള ഈമാനില്ല. ഇയാള് പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാനും നിങ്ങളൊപ്പം വരാം. ഇങ്ങനെയാണ് ഇയാള് പോകുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഈ രംഗാണ് കണ്ടപ്പോ ഇയാൾക്ക് വർത്താനം പറയാൻ പറ്റിയ ചാൻസ് ആണല്ലോ. കാലാവുസത്തുഹും, അവരെ കൂട്ടത്തിലുള്ള ഈ മിതഭാഷി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയുമോ, അലമ്മ കുല്ലക്കും, ഞാൻ അപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. ഇയാൾക്ക് ചോദിക്കാലോ, ഞാൻ അപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങളെന്തേ പടച്ചോന്റെ വലിപ്പം മനസ്സിലാക്കാതിരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല, ഇതൊക്കെ തന്ന റബ്ബിനെ നിങ്ങൾ എന്തുകൊണ്ട് ഓർത്തില്ല, നിങ്ങള് ഇത്രയും വലിയ ക്രൂരത കാണിച്ചിട്ടല്ലേ പടച്ചോൻ ഇങ്ങനെ ചെയ്തത്. ഖാലൂ, അപ്പൊ ഇവരെല്ലാവരും കൈപൊക്കിയിട്ട് പറയാണ്, സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങളുടെ റബ്ബ് പരിശുദ്ധനാണ്, പടച്ചോനെ പിഴച്ചുപോയി, ഒരനക്കം ഞങ്ങൾക്ക് അബദ്ധം വന്നുപോയി, വലിയ അബദ്ധാ വന്നത്, പടച്ചവനെ നീ പരിശുദ്ധനാണ്, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായിരിക്കുന്നു റബ്ബേ. എല്ലാവരും അങ്ങ് സമ്മതിച്ചു പറഞ്ഞു, ശരിയാണ്. فأقبل بعضهم على بعض يتلاومون, അപ്പോൾ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. فأقبل بعضهم على بعض يتلاومون, അതോടുകൂടെ പറഞ്ഞു എന്റെ അഭിപ്രായം അവൻ പറഞ്ഞായിരുന്നേനി, പിന്നെ ഇവനെ കൊള്ളങ്ങൾ എല്ലാരും കൂടെ തിരിഞ്ഞപ്പോ പിന്നെ ഞാനും വേണ്ടാച്ചതാ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു എന്ന് പിന്നെ എല്ലാരും പറയാണ്ടാവും. എന്ത് കൊണ്ടറിഞ്ഞപ്പം കണ്ടറിഞ്ഞില്ല, ഈ കൗമ് കൊണ്ടറിഞ്ഞു, കണ്ടറിയാൻ തയ്യാറായില്ല. സുബ്ഹാനല്ലാഹ്. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ, അവര് പറഞ്ഞു ഞങ്ങളുടെ ഖേദമേ, ഞങ്ങളുടെ സങ്കടമേ, ഞങ്ങൾ വഴി പിഴച്ചു പോയല്ലോ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ, ഈ തോട്ടത്തെക്കാൾ നല്ല ഒരു തോട്ടം റബ്ബ് നമുക്ക് ഇതിന് പകരം തന്നേക്കാം. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, നമ്മൾ നമ്മുടെ റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, അതുകൊണ്ട് നമുക്ക് തൗബ ചെയ്തു മടങ്ങാം. അവർ കണ്ണ് കലക്കി പറഞ്ഞു. വീണ്ടും അവർ കൃഷി ഇറക്കി. ആ ഇറക്കിയ കൃഷി തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് കാണാം, അത് ഖുർആനിലില്ല. തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതുന്നു, പിന്നെ ഇറക്കിയ കൃഷിയിൽ നിന്ന്
മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരിക്കൊല വലിച്ചെടുത്തിട്ട് അത് പറിച്ചെടുത്തിട്ട് അത് ഒരു കുതിരക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അത്രയും വലിയ നിഅ്മത്തും ബറക്കത്തും അവർക്ക് അല്ലാഹു നൽകുകയാണ്. ഞാൻ എന്തിനാ ഈ സംഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത്? സാധുക്കളെ അവഗണിക്കരുത് കേട്ടോ. സാധുക്കളെ അവഗണിച്ചാൽ കിട്ടും. മഖ്ദൂം തങ്ങൾ പറഞ്ഞ കഥ കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കേൾപ്പിച്ചത് ഇമാമിയങ്ങൾ പറഞ്ഞ കഥയല്ല, ഖുർആൻ നേരിട്ട് പറഞ്ഞ കഥയാണ്. സൂറത്തുൽ ഖലമിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഖലമിലൂടെ അതിന്റെ 17-ാമത്തെ വചനം മുതൽ ഇത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഏകദേശം 17 മുതൽ ഏകദേശം ഒരു 22 വരെയുള്ള 32 വരെയുള്ള വചനങ്ങൾ ഈ കഥയാണ് പറയുന്നത്. എന്നിട്ട് നമുക്കൊരു ഗുണപാഠമായി റബ്ബ് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകരുത്, പാവപ്പെട്ടവരെ അവഗണിക്കരുത് കേട്ടോ. സുബ്ഹാന മൻ ജല്ല ജലാലു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാ. 10 ഉറുപ്യ കയ്യിലുണ്ടാവുമ്പോ അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. 10 ഉറുപ്യ കയ്യിലുണ്ടെങ്കിൽ പിന്നെ മൂപ്പർക്ക് അള്ളയില്ല, റസൂലും ഇല്ല, മോല്യാരും ഇല്ല, തങ്ങളും ഇല്ല, ദീനുൽ ഇസ്ലാമും ഇല്ല. അങ്ങനെയുള്ള ചിലരുണ്ട്. 10 ഉറുപ്യ കയ്യിലുണ്ട, എവിടെ നിൽക്കേണ്ടതെന്ന് അറിയില്ല, ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയൂല. അവൻ ഏറ്റവും വലിയ തമ്പുരാൻ. ഈ തമ്പുരാൻ മനോഭാവം മാറ്റണം. പാവങ്ങളെ സഹായിക്കാൻ തയ്യാറാവണം. പാവപ്പെട്ടവന്റെ ഭക്ഷണം നിന്റെ പോക്കറ്റിലുണ്ട്, അത് അവന്റെ അവകാശമാണ്. അലാ ത്വഅമിൽ മിസ്കീൻ പറയുമ്പോൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാവണം. പറഞ്ഞു വന്നത് മൊത്തത്തിൽ ഉമ്മത്തിനെ സാന്ത്വനിപ്പിക്കണം. അതാണ് സാന്ത്വനം. ഇതെങ്ങനെയൊക്കെ സാധ്യമാണ്? ഒരു സംഭാവന കൊടുക്കുന്നിടത്ത് മാത്രാണോ? മുതൽ കൊടുക്കുന്നിടത്ത് മാത്രാണോ? പൈസ കൊടുക്കുന്നിടത്ത് മാത്രാണോ? മരുന്ന് വാങ്ങിക്കൊടുക്കുന്നിടത്ത് മാത്രാണോ? മെഡിക്കൽ കാർഡ് നൽകിയിട്ട് സഹായിക്കുന്നിടത്ത് മാത്രാണോ? അല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ശഫീഉനാ റസൂലുള്ളാഹി ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിനോടുള്ള കടപ്പാട് 6 ആകുന്നു. 6 കടപ്പാടുകളുണ്ട്. മണിക്കൂറുകൾ പറഞ്ഞാൽ തീരൂല. തങ്ങൾ വാപ്പ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഉടനെ നിർത്തും. കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നല്ല ഒരു പ്രഭാഷകനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകൂല. കാരണം സമാപന ദിവസമാണെന്ന് വിചാരിച്ച് നിങ്ങളെ 11 മണി വരെ ഇവിടെ കെട്ടിയിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തങ്ങൾ അപ്പാക്ക് സംസാരിക്കാനുള്ള സമയവും കൂടെ കൊടുക്കും. ചെറുപ്പക്കാരനായ തങ്ങള് നല്ല ഒരു പ്രഭാഷകനാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ പ്രവർത്തനമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ ഓടി ചെന്ന് രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് സയ്യിദ് അവറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തൃശൂർ ജില്ലയിൽ എവിടെ വാഹനാപകടം സംഭവിച്ചു എന്ന് കേട്ടാൽ തങ്ങളെ മൊബൈലിലേക്ക് ഒരു ഫോൺ വന്നാൽ മതി, ഉടനെ അവിടെ എത്തും. എന്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തുക. അതിന്റെ പേരിൽ തങ്ങൾക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്, പത്രത്തിൽ വന്നിരുന്നു, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, തൃശൂർ ജില്ലയിൽ വലിയ സേവനങ്ങളാണ് തങ്ങൾ നടത്തുന്നത്. ഇനി ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, അത് വിശദീകരിക്കാതെ പറഞ്ഞ സ്ഥിതിക്ക് ആ 6 ഏതൊക്കെയെന്ന് പറയാം. ജസ്റ്റ് അതിന്റെ വാക്കുകളൊന്ന് വായിച്ച് പറയാം. ഞാൻ അത് വിശദീകരിക്കണം എന്ന് കരുതി. അത് 1 മണിക്കൂറെങ്കിലും കിട്ടണം അത് വിശദീകരിക്കണമെങ്കിൽ. ഇനിയും വേദികൾ വരും, നമുക്ക് സഹകരിക്കാം, അന്ന് വിശാലമായി സംസാരിക്കാം. ഈ ശ്രോതാക്കളുടെ ആവശ്യം കൊല്ലം തോറും ഒരു 5 ദിനത്തെ പരിപാടി
5 ദിവസ പരിപാടി ഈ അരീക്കോട് ടൗണിൽ നടക്കണമെന്നാണ്. അൽഹംദുലില്ലാ ഇതിന് സ്ഥലം അനുവദിച്ച സഹോദരൻ നമുക്ക് ബന്ധപ്പെട്ട ഒരു സഹോദരനാണ്, ബിസിനസ്സുകാരനാണ്, എല്ലാവർക്കും അറിയാം. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. എപ്പോഴും നമ്മളോട് സഹകരിക്കുന്ന ഒരാളാണ്. പടച്ചോൻ അദ്ദേഹത്തിന് ഏറ്റി കൊടുക്കട്ടെ. കാരണം ഈ സ്ഥലം അനുവദിച്ചു തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ഇതുപോലെ സൗകര്യമുള്ള ഒരു സ്ഥലം നമുക്ക് വേറെ കിട്ടുമോ? ഇങ്ങനെ പരിപാടി നടത്താൻ ഇത്രയും കൂടുതൽ ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടൊരു പരിപാടി നടത്താൻ. ഏതായാലും സാന്ത്വനം, അതിന് പല വകുപ്പുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. മുസ്ലിമിന് മുസ്ലിമിനോടുള്ള ബാധ്യത 6 ഖീല മാ ഹുന്ന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ അവ ഏതൊക്കെയാണ്? ചോദ്യം. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. മുസ്ലിമായ സഹോദരനെ കണ്ടാൽ സലാം പറയണം. ആരോടാ സലാം പറയേണ്ടത്? എപ്പോഴാ പറയേണ്ടത്? എങ്ങനെയാ പറയേണ്ടത്? എപ്പോഴൊക്കെയാണ് പറയേണ്ടത്? ആരോടൊക്കെയാണ് സലാം പറയേണ്ടാത്തത്? ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. തൽക്കാലം നിർത്തുകയാണ്, ഞാൻ എണ്ണിപ്പോകുന്നുള്ളൂ നമ്പറിട്ട്. നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടാൽ സലാം പറയുക. മുസ്ലിം സഹോദരനെ കണ്ടാൽ 1, വഇദാ ദഅക ഫഅജിബ്. നിന്നെ ഒരു പാർട്ടിക്ക് നിന്റെ കൂട്ടുകാരൻ ക്ഷണിച്ചാൽ നീ അത് സ്വീകരിക്കണം. കല്യാണത്തിന് വിളിച്ചാൽ പോകണം, സൽക്കാരത്തിന് വിളിച്ചാൽ പോകണം. അത് മുസ്ലിമിനോടുള്ള മറ്റൊരു ബാധ്യതയാണ്. പക്ഷെ ആരൊക്കെ വിളിച്ചാലാ പോകേണ്ടാത്തത്? അതൊക്കെ ഉണ്ട് മസലയിൽ. പക്ഷേ മൊത്തത്തിൽ പറയാണ്, കല്യാണത്തിലും സൽക്കാരത്തിലും ഒക്കെ പോയി സഹകരിച്ചു കൊടുക്കണം, 2ാമത്തെ ബാധ്യത. പിന്നെ 3, അതിന്റെ അർത്ഥം, നിന്നോടാരെങ്കിലും ഉപദേശം തേടി വന്നാൽ അവന് നല്ല ഉപദേശം നൽകണം. ഒരു ഏർപ്പാട് തുടങ്ങാൻ പോകുന്നു, അപ്പൊ നീ ഒരു കാഴ്ചപ്പാടുള്ള ആളാണെന്നുള്ള നിലക്ക് നിന്റെ അടുത്ത് വരുന്നു, അപ്പൊ അയാളെ വെട്ടി വീട്ടാള് പറഞ്ഞു കൊടുക്കരുത് എന്ന് അതാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകും. നമ്മളിപ്പോ ഒരു കച്ചവടക്കാരനാകുമ്പോ ഇനിയിപ്പോ ഇവിടെ ഒരു കച്ചവടം വേണ്ട, എന്നാ അവനെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കും. കച്ചവടം പെട്ടെന്ന് പൊളിയാൻ. അങ്ങനെയല്ല, നിന്നോടൊരാള് ഒരഭിപ്രായം തേടി, നസീഹത്ത് തേടി, നല്ല സാരോപദേശം തേടി വന്നാൽ അവന് സാരോപദേശം കൊടുക്കണം, നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ ഇർഹമുക്കല്ലാഹ് പറയണം. നീ ഇർഹമുക്കല്ലാഹ് പറയണം. നിന്റെ അടുത്ത ബാധ്യതയാണ്. ഇതൊക്കെ നമ്മളിൽ നിന്ന് പാടെ എടുത്തു പോയിരിക്കുകയാണ്. വൈദാ മരിള ഫഉദ്. വൈദാ മരിള ഫഉദ്. 5ാമത്തേത് വൈദാ മരിള ഫഉദ്. രോഗിയായി എന്നറിഞ്ഞാൽ നിന്റെ സ്നേഹിതനെ പോയി സന്ദർശിക്കണം. 5ാമത്തെ ബാധ്യത. വൈദാ മരിള ഫഉദ്. തൊട്ടടുത്ത അയൽപക്കക്കാരൻ രോഗിയായിട്ട് 3 മാസമായി അവിടെ ഇന്നുവരെ കയറി നോക്കിയിട്ടില്ലെങ്കിൽ കരുതിക്കോ വയംനഊനൽ മഊൻ. ചർച്ച ചെയ്ത് പോകുന്ന സദസ്സിൽ നിന്നോർത്തോ, നമ്മളെ ഈമാനിനെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. 6ാമത്തെ ബാധ്യത. വഇദാ മാത ഫത്തബിഉ. വഇദാ മാത ഫത്തബിഉ. മരിച്ചാൽ ജനാസയെ പിന്തുടരണം. മരിച്ച മയ്യത്തിന്റെ കൂടെ പോകണം, മരിച്ചയിടത്ത് പോകണം, മയ്യത്തിന്റെ കൂടെ പോകണം, നിസ്കാരത്തിന് കൂടണം, നിസ്കാരം കഴിഞ്ഞ് ഖബറടക്ക ചടങ്ങിന് കൂടണം. നമ്മൾക്കൊരു ദുസ്വഭാവമുണ്ട്. ഈ ഖബറടക്ക ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഉറ്റവരുടെയും ഉടയവരുടെയും ഏർപ്പാടായി കണ്ട് ചില മഹല്ലത്തുകളിലെങ്കിലും കാണാറുണ്ട്. നിസ്കരിക്കാൻ പള്ളി നിറയെ ആള്, ഖബറടക്കത്തിനൊരു 10ഓ 15ഓ പേര്. എവിടെന്നാ നമ്മൾ ഈ സംസ്കാരം പഠിച്ചത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരാൾ മയ്യത്തിന്റെ കൂടെ പോയി നിസ്കരിച്ചാൽ അയാൾക്ക് 1 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. അതേ സമയം മയ്യത്തിന്റെ കൂടെ പോയി ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ഖബറടക്ക ചടങ്ങിനും കൂടെ കൂടിയാൽ ഫലഹു ഖീറാത്താനി, അവന് 2 ഖീറാത്ത് പ്രതിഫലം കിട്ടുന്നതാണ്. ഫലഹു ഖീറാത്താനി, അവന് 2 ഖീറാത്ത് പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഡബിൾ പ്രതിഫലം. ഒരു ഖീറാത്ത് എത്രയെന്ന് ചോദിച്ചപ്പോ ഉഹുദ് മലയോളം വലിപ്പം എന്നൊക്കെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നു. വിഷയം എന്താണ്? ഇരട്ടി പ്രതിഫല കിട്ടുന്നത് ഖബറടക്ക ചടങ്ങിനും കൂടെ കൂടിയാൽ. എന്തേ 1 അരമണിക്കൂറും കൂടെ അവിടെ നിന്നൂടെ? അയാൾക്ക് തസ്ബീഹ് ചൊല്ലിക്കൊടുത്തൂടെ? തൽഖീൻ ചൊല്ലുന്ന സമയം, തസ്ബീഹ് ചൊല്ലുന്ന സമയം, അങ്ങനെ ദുആ ചെയ്യുന്ന സമയം,
അയാളുടെ ഖബറിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ പറഞ്ഞ് മണ്ണ് വാരി എറിയാൻ, അതിനൊക്കെ ഒന്ന് അവിടെ നിന്നൂടെ? ഇത് ഉച്ചവരുടെ ഉടയവരുടെ ഏർപ്പാടായിട്ട് തള്ളണോ? എന്നിട്ട് എന്താ ഇപ്പൊ പണി? തിരക്ക് പിടിച്ച് അവിടെ നിന്നൊക്കെ ഊരി കുത്തി പോന്നിട്ട് എന്താ പണി? റോട്ടിൽ വന്ന് ചെറിയും തോളിലിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലെ? വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടല്ല. ഇത് കുടുംബക്കാരെ ഏർപ്പാട് അല്ല. നമ്മളൊക്കെ കൂടണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബി തങ്ങളുടെ ഒരു സുന്നത്ത് പോലും ഉപേക്ഷിക്കാത്ത മുത്തബിഉ സുന്നയാണ്. അവിടുന്ന് കേട്ടു ഖബറടക്ക ചടങ്ങിന് പങ്കെടുക്കാറില്ലായിരുന്നു. ആദ്യം നിസ്കരിച്ചാ പോകല. അപ്പൊ കേട്ടു ഖബറടക്ക ചടങ്ങിന് പങ്കെടുത്താൽ ഡബിൾ പ്രതിഫലമുണ്ടെന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കേട്ടപ്പം ഓടിപ്പോയി ആയിഷ ബീവിയോട് ഉറപ്പുവരുത്തി. ആയിഷ ബീവി പറഞ്ഞു, നബി തങ്ങൾ പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അതാ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് വന്ന് മണ്ണ് വാരി തലയിലിട്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, കമ്മിൻ ഖറാരി തവയ്യഅനാ, കമ്മിൻ ഖറാരി തവയ്യഅനാ, കമ്മിൻ ഖറാരി തവയ്യഅനാ. എത്ര ഖീറാത്തുകളാണ്, എത്ര ഖീറാത്ത് പ്രതിഫലങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നല്ല കാലത്തൊക്കെ എല്ലാ മയ്യത്തും നിസ്കരിച്ചിട്ട് ഖബറടക്കത്തിനും കൂടെ കൂടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ ഒരൊറ്റ ഖബറടക്ക ചടങ്ങിൽ നിന്നും മാറി നിന്നിട്ടില്ല. നമ്മളൊക്കെ പഠിക്കണം. ഞാൻ പറയുന്നു, എന്റെ മുണ്ടമ്പ്രയില് ഞാനൊരിക്കൽ ഇത് വയലു പറഞ്ഞിരുന്നു. അതിന്റെ ശേഷം നല്ല മാറ്റാണ്. ഖബറടക്ക ചടങ്ങിന് എല്ലാവരും പങ്കെടുക്കും. നല്ല ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. വേണം. അതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടതുകൊണ്ട് പറഞ്ഞതായിരുന്നു. പള്ളിയിൽ നിന്ന് ജുമുഅക്ക് ശേഷം ഒരിക്കൽ പറഞ്ഞിരുന്നു റമദാൻ മാസത്തിലെ. അതുപോലെ തന്നെ നമ്മുടെ വയലു അവിടെ നടക്കാറുണ്ട്. ആ സമയത്തും പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന ഏപ്രിൽ മാസവും പരിപാടി നടക്കുന്നു. സൂറത്തുൽ അഅലയാണ് ചർച്ച ചെയ്യുന്നത്. എന്റെ സ്വന്തം നാട്ടിലായതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും അങ്ങനെ പറയാറില്ല. ഇതെന്റെ സ്വന്തം മഹല്ലത്തിലായതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ബോർഡ് പരിസരത്ത് തന്നെ കുട്ടികൾ വെച്ചിട്ടുണ്ട്, പ്രവർത്തകർ വെച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഅല ഏപ്രിൽ 25 മുതൽ 29 വരെ അവിടെ ആ പരിപാടി നടക്കുന്നു എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. പരമാവധി എല്ലാവരും വരിക. സൂറത്തുൽ അഅല എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നതാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. എന്താണ് അതിന്റെ ഉള്ളറ? 5 ദിവസം ഇൻഷാ അല്ലാഹ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് ചർച്ച ചെയ്തുകൊണ്ട് സംസാരിക്കും. നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ബഹുമാനപ്പെട്ട തങ്ങളെ കൂടുതൽ ഇരുത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വേദി തങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.